ഭഗവാൻ വേദവ്യാസ മഹർഷി 6-ാം സ്കന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ അജാമിളോപാഖ്യാനം എന്നൊരു കഥ അവതരിപ്പിക്കുകയാണ്. കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പണ്ടൊരു ബ്രാഹ്മണൻ, അദ്ദേഹം കല്യാണമൊക്കെ കഴിഞ്ഞു, അദ്ദേഹത്തിന് കുട്ടികളൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ഒരു വാട്സാപ്പ് ബന്ധം കൂടി ഉണ്ടായി. ഇന്നിപ്പോൾ കാലം മാറുമ്പോൾ നമ്മൾ കഥയുടെ രൂപങ്ങളൊക്കെ മാറ്റണമല്ലോ. അപ്പം അന്ന് കാട്ടുന്നാണ് ബന്ധം ഉണ്ടായതെങ്കിൽ ഇന്നിപ്പോൾ വാട്സാപ്പിലൂടെയാണ് ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ ഒരു ബന്ധം കൂടി ഉണ്ടായി. സ്വന്തം ഭാര്യയൊക്കെ വിട്ട് അദ്ദേഹം പുതിയ കമ്പനി തുടങ്ങി. അവളുടെ കൂടെ ഈ ജീവിതം, അതിൽ കുഞ്ഞുങ്ങളുണ്ടാവാൻ തുടങ്ങി. നല്ല കാലം അതിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ദൈവീകമായ പേരുകൾ കൊടുത്തു എന്നാണ്. ഇന്നത്തെ പോലെ ഗൂഗിൾ പേരുകളായിരുന്നില്ല. ഇന്നെല്ലാം ഗൂഗിളിൽ നോക്കിയിട്ടാണ് ഓരോരോ പേരുകൾ കണ്ടുപിടിക്കുക, അല്ലേ? അതുകൊണ്ട് അവസാനം കുട്ടിയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് തന്നെ അറിയില്ല എൻ്റെ പേരെന്താന്ന്. ഇപ്പോഴത്തെ കുട്ടികളോട് പേര് ചോദിച്ചാൽ അത് അമ്മയുടെ മുഖത്തേക്ക് എന്താ പേരമ്മയെന്ന്. കാരണം ഇതിന് കടിച്ചാൽ പൊട്ടാത്ത പേരുകളൊക്കെ ഇട്ടിരിക്കണതേ. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇവിടെ അദ്ദേഹം ദൈവീകമായ പേരുകളൊക്കെ കുട്ടികൾക്ക് ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തേലും ഉണ്ടായി 10 എണ്ണം എന്നാണ്. അന്ന് സ്ത്രീകൾക്ക് ദാരിദ്ര്യമില്ലാത്ത പ്രസവത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലവർ ധാരാളം സമ്പന്നരായിരുന്നു. ഇപ്പം എല്ലാ വർഷവും ഓരോരുത്തർ ഇറങ്ങി വരും. അങ്ങനെ 10ാമത്തെ കുട്ടിക്ക് പേരിട്ടു നാരായണൻ എന്ന് പേരിട്ടു. അപ്പം ഇടയ്ക്കിടയ്ക്ക് നാരായണ വിളിച്ച് ബ്രാഹ്മണൻ, രാജാവിൻ്റെ കഥയിലേക്ക് പോവുകയാണ്. ബ്രാഹ്മണൻ എന്തോ പൂർവ്വജന്മ സുഹൃതായിരിക്കാം, അദ്ദേഹത്തിന് നാരായണ സ്മൃതിയൊക്കെ തിരി വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിനെ പിടിച്ചു കെട്ടാനായിട്ട് ഈ കാലൻ്റെ ആളുകൾ വരുന്നു, യമദൂതന്മാർ വരുന്നു. അങ്ങനെ യമദൂതന്മാർ വരിഞ്ഞു പിരിഞ്ഞ് കൊണ്ടുപോകുമ്പോഴാണ് നാരായണ എന്നൊരു വിളി പേടിച്ചിട്ട് ഇയാൾ ഉറക്കലറിയതും. അങ്ങനെ എന്തിനു പറയണു, യമദൂതന്മാരെ തടുത്തുകൊണ്ട് വിഷ്ണുദൂതന്മാർ വരുന്നു. വിഷ്ണുദൂതന്മാരും യമദൂതന്മാരും തമ്മിലൊരു ചർച്ച, അങ്ങോട്ടും ഇങ്ങോട്ടൊരു തർക്കം. പറഞ്ഞു, നാരായണൻ എന്ന് ജപിച്ചിട്ടുണ്ടെങ്കിൽ സർവപാപൈ പ്രമുച്യതേ, പാപങ്ങളിൽ നിന്നും മുക്തരായിത്തീരുന്നൊക്കെ. അപ്പം ഇതിൻ്റെ ഈ പണി സ്വഭാവവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ പറഞ്ഞു, തോന്നിവാസം മുഴുവൻ ചെയ്തിട്ട് എന്നിട്ട് നാരായണ വിളിച്ചു കഴിഞ്ഞാൽ പാപത്തിൽ നിന്ന് മുക്തരാവും എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും വിട്ടുതരാൻ ഞങ്ങളാരും തയ്യാറില്ല. കാരണം അത്രയും തോന്നിവാസം ചെയ്തിട്ടുണ്ട്. അപ്പം പറഞ്ഞു, പിന്നെ യമരാജാവിനോട് ചോദിച്ചു നോക്കാൻ. അങ്ങനെ യമരാജാവിനോട് ചോദിച്ചപ്പോൾ യമരാജാവ് പറഞ്ഞു, നാരായണ എന്ന് വിളിച്ചാൽ പാപത്തിൽ നിന്നും മുക്തരായി, അതുകൊണ്ട് ഇദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് വിട്ടു എന്നാണ് കഥ. ഇദ്ദേഹം അതിനുശേഷം അവിടെ നിന്നും ഹരിദ്വാറിലേക്ക് പോയി. നിങ്ങൾ 6-ാമത്തെ സ്കന്ധത്തിൽ 2-ാം അധ്യായത്തിൽ ഈ അജാമിളൻ്റെ ഈ ഒരു ഭാഗം നിങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണം. കാരണം അജാമിളൻ വൈകുണ്ഠത്തിൽ പോയി നോക്കിയാണ് കഥ പറയുക. പക്ഷെ ഭാഗവതത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അജാമിളൻ അതിനുശേഷം ഇത് ജാതസ്സു നിർവേദ, ഈ 39ാമത്തെ ശ്ലോകം എടുത്ത് നോക്കിയാൽ കാണാം. ഇത് ജാതസ്സു നിർവേദ ക്ഷണസംഗേന സാധുഷു ഗംഗാദ്വാരമുപയായ മുക്തസർവാനുബന്ധന. ഇദ്ദേഹം ഗംഗാദ്വാരം എന്ന് പറഞ്ഞാൽ ഹരിദ്വാറിലേക്ക് പോയി എന്നാണ്. അവിടെ തസ്മിൻ ദേവസദനെ ആസീനോ യോഗമാസ്ഥിത, അവിടെ ഇരുന്നു കൊണ്ട്, ഇനിയിപ്പം ഭാര്യയില്ല, മക്കളും ഇല്ല, ആരുമില്ല, അവിടെ ഇരുന്നു കൊണ്ട് യുയോജ മനസ്സിനെ യോജിപ്പിച്ചു, ഭഗവത് സ്മരണത്തിൽ ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ അവസാനം ബ്രഹ്മണി അനുഭവാത്മനി, ബ്രഹ്മത്തെ അനുഭവിച്ചു എന്നാണ്. പിന്നീട് അദ്ദേഹം സ്വന്തം ശരീരത്തെ ഹിത്വാ കളേബരം തീർത്തേ ഗംഗായം ദർശനാഥനു സദ്യസ്വരൂപം ജഗൃഹേ ഭഗവത് പാർശ്വവർത്തിനം. നരകയാതന അനുഭവിക്കേണ്ട ഈ അജാമിളൻ തൻ്റെ ശരീരത്തെ ഗംഗയിൽ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർണ്ണമായി എന്നാണ് കഥ. എന്താണ് ഈ അജാമിളൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്? ഒരു കാര്യം ഹിന്ദുമതം പഠിപ്പിക്കുന്നത്, മനുഷ്യ മനസ്സിലൊക്കെ ശ്രദ്ധിക്കണം, മനുഷ്യ മനസ്സിലൊക്കെ പല വിധത്തിലുള്ള ദുർബലതകൾ, വിഷമങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് പലരും അയവിറക്കി ജീവിക്കുന്നത്.
പലരുടെയും മനസ്സ് വീണ്ടും 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 ഒന്നുകിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ അയവിറക്കും, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളെ അയവിറക്കും, അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനതകളെ അയവിറക്കും, എന്തെങ്കിലും അയവിറക്കിക്കൊണ്ട്. നിങ്ങൾ നോക്കൂ, ചെറുപ്പക്കാരിൽ പോലും കാണാം, ജോലി ശരിയാവുന്നില്ല, വിചാരിച്ച ജോലി കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല, അങ്ങനെ ഓരോരോ വിഷമങ്ങൾ. അതൊക്കെ അയവിറക്കി ആവർത്തിച്ച് അതിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഈ ചിന്തയാണ് യമപാശം എന്ന് മനസ്സിലാക്കണം. ഏതാണ് യമപാശം? ചിന്തയാകുന്നു യമപാശം. ശ്രീരാമസ്വാമി സീതാദേവിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, സീതാദേവി ലങ്കയിലുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി. അങ്ങനെ വാനര പടയെല്ലാം രാമേശ്വരം കടൽ തീരത്തെത്തി. അങ്ങനെ പരന്നു കിടക്കുന്ന സാഗരം, ആഴമുള്ള സാഗരം. ആ സാഗരത്തെ നോക്കിക്കൊണ്ട് ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് ചോദിക്കണം, ലക്ഷ്മണ, ഈ കടൽ കടന്ന് സീതയെ കൊണ്ടുവരല് നടക്കുന്ന കാര്യമാണോ? ഇത് വല്ലതും നടക്കൂ? ഹനുമാൻ സ്വാമി ചാടിയതുപോലെ നമുക്ക് വാലുമില്ല, ചാടാൻ പറ്റുമോ? നമുക്ക് ഒരു തോണി എടുത്തിട്ട് അക്കരയ്ക്ക് പോയാൽ തോണിയിൽ എത്തിക്കാൻ പറ്റുമോ? എനിക്കൊരു എത്തും പിടിയില്ല ലക്ഷ്മണ, ഈ കാര്യത്തെ എങ്ങനെ സാധിപ്പിച്ചെടുക്കാം? കാരണം ഈ അറ്റത്ത് നോക്കിയാൽ അറ്റം കാണാത്ത പരപ്പിലാണ് ആര് കിടക്കുന്നത്? ഏത് കിടക്കുന്നത്? പല പുഴയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചിന്തിക്കാം. ഇത് കടലാണ്. കടൽ കടന്ന് സീതയെ കൊണ്ടുവരൽ എളുപ്പമാണോ? അവതാര പുരുഷനായ രാമൻ പോലും ശങ്കിച്ചു എന്നാണ്. അല്പനേരം ഇതി കർത്തവ്യ മൂഢനായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ, ഇതിനൊരു പരിഹാരം കണ്ടെത്താതെ, എങ്ങനെ സീതയെ കൊണ്ടുവരും, എങ്ങനെ സീതയെ കൊണ്ടുവരും, എങ്ങനെ സീതയെ കൊണ്ടുവരും എന്ന് പരിഭവിച്ചു കൊണ്ടിരുന്നു എന്നാണ്. ശ്രീരാമസ്വാമി പരിഭവിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഒരു ഗംഭീരമായ ഒരു ഉപദേശം ഒരാൾ നൽകുന്നുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആ ഒരു സമയത്ത് ശ്രീരാമസ്വാമിയെ ഉപദേശിച്ചത് ആരാണെന്ന് അറിയുന്നവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ആ ഒരു സന്ദർഭത്തിൽ ശ്രീരാമസ്വാമി ഉത്തരം കിട്ടാതെ വിഷമിക്കുന്ന, എങ്ങനെ സീതയെ ഈ വലിയ പരപ്പുള്ള കടൽ കടന്ന് കൊണ്ടുവരും, അക്കരെ പോയി ലങ്കയിൽ പോയി കൊണ്ടുവരും എന്ന് വിഷമിച്ചുകൊണ്ട് അത് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രീരാമസ്വാമിയെ ആ സമയത്ത് ഉപദേശിക്കുന്ന ഒരാളുണ്ട് രാമായണത്തിൽ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാ കർക്കിടകത്തിലും വായിക്കാറുണ്ടല്ലോ അല്ലേ? ആരാണ്? വിഭീഷണനോ? ജാമ്പവാനോ? ആരാണ്? ലക്ഷ്മണനോ? സുഗ്രീവൻ. ആരാ ഉപദേശിക്കുന്നത്? സുഗ്രീവൻ. ആ സുഗ്രീവനാണ് പറയുന്നത്, ചിന്തയുണ്ടാകരുതേതുമേ ചിന്തയാകുന്നു കാര്യവിനാശിനി എന്നാണ്. ഇത് ഓർത്തു വെക്കണം. ചിന്തയുണ്ടാകരുതേതുമേ ചിന്തയാകുന്നു കാര്യവിനാശിനി. അനാവശ്യമായ ചിന്ത തന്നെ കാര്യങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു തടസ്സമായിട്ട് മാറും. തടസ്സം മനസ്സുണ്ടാക്കുന്നതാണ്. ഇത് തന്നെയാണ് യമപാശം. ഈ യമപാശത്തിലാണ് നമ്മളൊക്കെ ബന്ധിതരായിരിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ഉള്ളിലൊരു യമപാശം കെട്ടിയിട്ടുണ്ട്. അത് വേണ്ടാത്ത ചിന്തകൾ ചിന്തിക്കും തോറും അതിൻ്റെ വലിവ്, മുറുക്കം അങ്ങോട്ട് കൂടും. വേണ്ടാത്ത ചിന്ത. അതുകൊണ്ടാണ് ആ വാക്ക് നോക്കൂ, പിരിമുറുക്കം എന്ന് പറയാ. മാനസികമായി അനാവശ്യമായി ചിന്തിച്ച് ഒരു ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ അതിന് മലയാളത്തിൽ പറയുന്ന ഭാഷ പിരിമുറുക്കം എന്നാണ്. ഈ മനസ്സ് നമുക്കൊരു യമപാശം കെട്ടിക്കഴിഞ്ഞു. എല്ലാവരുടെ ഉള്ളിലും അതുണ്ട്. ഇതിന് വലിഞ്ഞു മുറുകാതിരിക്കാൻ നമ്മൾ ഒന്ന് ശ്രമിക്കണം.
അങ്ങനെ വലിഞ്ഞു മുറുകുന്ന സമയത്ത് അത് തിരിച്ചറിഞ്ഞ അജാമിളൻ ഉറക്കെ അലറിക്കൊണ്ട് പറയണു, നാരായണ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെയൊക്കെ പിരിമുറുക്കം തീരുമോ? ഇവിടെയാണ് സയൻസ്. നിങ്ങൾ ഭാഗവതത്തിലെ 6-ാം സ്കന്ധം എടുക്കുക. 6-ാം സ്കന്ധം എടുത്ത് അതിൽ 1-ാമത്തെയൊക്കെ ശ്ലോകം അധ്യായം എടുക്കുക. അപ്പം അവിടെ നിങ്ങൾക്ക് കാണാം എന്താണ് ഈ അജാമിള കഥയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന്. ഇതൊക്കെ പഠിക്കേണ്ടതുണ്ട് നമ്മൾ. അവിടെ പറയുന്നു 6-ാമത്തെ സ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ അധ്യായത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 11-ാം ശ്ലോകം. ഇതൊക്കെ ഇത്തിരി ഒരു ശാസ്ത്രീയമായി ഉൾക്കൊള്ളാൻ പറ്റിയാൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്താം. പറയുന്നത് കർമ്മണ കർമ്മനിർഹാരം എന്ന്. വളരെ ശ്രദ്ധിക്കൂ നിങ്ങൾ. കർമ്മണ കർമ്മനിർഹാരം എന്ന്. ഇത് വേദവ്യാസ മഹർഷിയുടെ വാക്കുകളാണ്. ഒരു കർമ്മം കൊണ്ട്, കർമ്മം കൊണ്ട് മനസ്സിൽ, അതായത് നമുക്കിങ്ങോട്ട് വരേണ്ടുന്ന കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ, മനുഷ്യന് വേണ്ടുന്ന പുരോഗതി, മനുഷ്യന് വേണ്ടുന്ന നല്ല കാര്യങ്ങൾ, നല്ല സമയം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർമ്മം കൊണ്ട്, കേവലം ബാഹ്യമായ കർമ്മം കൊണ്ട് നേടിയെടുക്കാൻ സാധ്യമല്ല. അത് മനസ്സിലാക്കാൻ എന്താ വഴിയെന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും നല്ലത് വേണം. ആ നല്ലതുണ്ടാവാൻ നമ്മൾ കേവലം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം കാര്യം ആവുകയില്ല. കർമ്മണ കർമ്മനിർഹാരം എന്ന് ആത്യന്തിക ഈശ്വതേ. അപ്പൊ കർമ്മം കൊണ്ട് കർമ്മനിർഹാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, ഒരു ബാഹ്യമായ കർമ്മം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഒരു ജീവിതത്തിലെ തടസ്സത്തെ നിങ്ങൾക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ അവർക്ക് പറയൂ സാധ്യമല്ല. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ എത്ര ദർശനം നടത്തിയാലും നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകൾ മാറാത്തൊടുത്തോളം കാലം ജീവിതത്തിൻ്റെ പുരോഗതി നിങ്ങൾക്കൊരിക്കലും കാണാൻ സാധ്യമല്ല. കാരണം നിങ്ങൾ സയൻസ് ഉൾക്കൊള്ളുന്നില്ല. ഈ ജീവിത അനുഭവങ്ങളെ നിങ്ങളിലേക്ക് വലിച്ചെടുക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകളാണ്. മൈൻഡ് അട്രാക്ട് ചെയ്യണം. ഇപ്പം ദുരിത ചിന്തകൾ വെച്ച് നിങ്ങൾ അമ്പലത്തിൽ പോയി പ്രദക്ഷിണം വെച്ച് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഉള്ളിലുള്ള ചിന്തകൾ അതുപോലെ വളരെ അലേർട്ടായിട്ടിരിക്കുന്ന സമയത്ത്, വളരെയധികം ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്ത്, പ്രോമിനൻ്റ് ആയിരിക്കുന്ന സമയത്ത്, ആ ചിന്തകളുടെ തീവ്രത കാരണം ദുരിതങ്ങളെ നിങ്ങൾക്കൊരിക്കലും തട്ടിമാറ്റാൻ സാധ്യമല്ല. അപ്പം മനസ്സിലാക്കണം, ജീവിതം നന്നാവണമെങ്കിൽ ദുരിത ചിന്തകൾ മാറണം. ജീവിതം നന്നാവണമെങ്കിൽ ഏത് മാറണം? ചിന്തകൾ മാറണം. അതാണ് ശ്രീരാമസ്വാമിക്ക് കൊടുക്കുന്ന ഉപദേശം. ചിന്തയുണ്ടാകരുതേതുമേ ചിന്തയാകുന്നു കാര്യവിനാശിനി. വെറുതെ അനാവശ്യമായി ചിന്തിക്കുന്നതാണ് പല ദുരിതങ്ങൾക്കും. ഇപ്പം നിങ്ങളൊക്കെ ഗുരുവായൂരിൽ വന്നു. ഈ ഗുരുവായൂരിൽ വന്ന് നിങ്ങൾ പോകുമ്പോൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം ഇതാണ്: കേവലം ഞാൻ തൊഴുതു പോയതുകൊണ്ട് തൽക്കാലമൊക്കെ ഒരു ആശ്വാസവും സമാധാനവും കിട്ടുമെന്നല്ലാതെ എൻ്റെ ഉള്ളിലുള്ള ചിന്തകളെ ഞാൻ മാറ്റിയെടുക്കാത്തിടത്തോളം കാലം ദുരിതങ്ങളുടെ തീവ്രതയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയണത്? മനസ്സിലാവുണ്ടോ പറയുന്നത്? ദുരിതത്തിന് യാതൊരു ഉറക്കെ പറയൂ മാറ്റവും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയാണ്, കേവലയാ ഭക്ത്യാ വാസുദേവ പരായണ. ഏതുകൊണ്ട് സാധിക്കും? ഭക്തി കൊണ്ട് സാധിക്കും. അപ്പം ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നാമജപം ചെയ്ത് 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 ഉള്ളിലുള്ള ചിന്തകൾ മാറ്റിമറയ്ക്കുന്ന സംസ്കാരത്തിൻ്റെ, പ്രവൃത്തിയുടെ, സാധനയുടെ പേരാണ്
ഭക്തി എന്ന്. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് വെറുതെ തൊഴുതു പോകുന്നതിൽ ഒതുങ്ങുന്നതല്ല. ഭക്തി എന്ന് പറയുന്നത് ഉള്ളിലുള്ള ദുരിത ചിന്തകൾ പോകുന്നത് വരെ അതിനെ പോക്കാനായി നിരന്തരമായി ചില അനുഷ്ഠാനങ്ങൾ, സാധനകൾ കൊണ്ടു നടക്കുന്നതിന് പേരാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭക്തി, നമ്മൾ അമ്പലത്തിൽ പോയാൽ ഭക്തി ഉണ്ടാവണമെന്നില്ല, അമ്പലത്തിൽ പോകുന്നത് ഒരു ഭക്തി ആവണമെന്നില്ല. അമ്പലവും ഭക്തിയും തമ്മിൽ യാതൊരു പറയൂ ഒരു ബന്ധുവില്ല. അങ്ങനെ കരുതേ ചെയ്യരുത്. അതുകൊണ്ട് അമ്പലത്തിൽ വരുന്നവരെയൊക്കെ ഭക്തജനങ്ങളെ ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ ഈ ഉത്സവ സ്ഥലത്ത് വിളിക്കുന്ന പോലെയാണ്. ഭക്തജനങ്ങളെ എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ വിചാരിക്കും അവർക്ക് ഭക്തജനങ്ങളാണ്. നമ്മളെല്ലാവരും ഭക്തജനങ്ങളാവണമെന്നില്ല. ഈ ഭക്തി എന്ന് പറയുന്നത് നാമജപം കൊണ്ട് ഉള്ളിലുള്ള ദുരിതങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ആ ഒരു സാധനയുടെ പേരാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് നമ്മേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തൻ ഒരിക്കലും തളരുകയില്ല. അപ്പൊ തളരാത്ത ഒരാള് അത്രയും മാനസികമായി ഉയർന്നാലെങ്കിലേ തളരാതിരിക്കുള്ളൂ. എന്താന്ന് പറയാത്തത്? ആ തലത്തിലേക്ക് എല്ലാ ഭക്തന്മാരും എത്തുന്നുണ്ടോ? അപ്പൊ അതൊന്ന് മനസ്സിലാക്കാലോ. നമുക്ക് എന്ത് വന്നിട്ടില്ല? ഭക്തി വന്നിട്ടില്ല. നമ്മൾ വെറുതെ ചടങ്ങ് ചെയ്തു പോവുകയാണ്. അതാണ് ഹിന്ദുക്കൾ ശരിക്കും ഭക്തി എന്താണെന്ന് പഠിച്ചിട്ടില്ല. നാമ ആവർത്തനമാണ് ഭക്തി എന്ന് വീണ്ടും 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 തലയിൽ ഉറപ്പിക്കണം. എന്താണ്? നാമം വെറുതെ ചൊല്ലല്ല, നാമം ആവർത്തിച്ച്. എന്തിനാ ഈ ആവർത്തിക്കുന്നത്? അപ്പോഴേ മനസ്സിൽ ഉറച്ചു കിടക്കുന്ന ദുരിത ചിന്തകളുടെ വേരുകൾ ക്രമേണ ക്രമേണ അറ്റുപോവുകയുള്ളൂ. നമ്മൾ അറിയാതെ അതങ്ങനെ അറ്റുപോകണം. താപത്രയോന്മൂലനം, താപങ്ങളുടെ ഉന്മൂലനം സംഭവിക്കണം. ഭാഗവതം തുടങ്ങുമ്പോൾ അങ്ങനെയാ പറയുന്നത്, ധർമ്മപ്രോച്ചിത കൈതപുത്രപരമോ നിർമ്മത്സരാണം സദം വേദ്യം വാസ്തവം വസ്തുജിപദം താപത്രയോന്മൂലനം. ആ താപത്രയങ്ങൾ ഉന്മൂലനം ചെയ്യുന്ന വിധത്തിൽ നാമത്തിന്റെ തീവ്രത അതിൻ്റെ വേരുകളിലേക്ക് ആഴ്ന്നിറങ്ങണം. അപ്പൊ നാമ ആവർത്തനമാണ് ഭക്തി. നാമ ആവർത്തനമാണ് ഭക്തി. പറയൂ, ഇത് എന്തിനാ ഞാൻ പറയിപ്പിന്ന് വെച്ചാൽ ഇത് നമ്മുടെ തലയിലില്ല. വെറുതെ അമ്പലത്തിൽ പോയി തൊഴുതാൽ അത് ഭക്തി ആവില്ല. അതാണ് കർമ്മണ കർമ്മ നിർഹാരം എന്ന്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കാരണം ഇതുകൊണ്ടാണ് പലരും പറയുന്നത് ഇത്രയും കാലം അമ്പലത്തിൽ പോയി എന്നിട്ട് അവസാന കാലം എന്തേ ദുരിതം അനുഭവിച്ചത്. ഭക്തൻ ഒരിക്കലും ഒരു ദുരിതത്തിലും മാനസികമായി തളരുകയില്ല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളൊരു ഭക്തരായി മാറുന്ന ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? ആഗ്രഹമുണ്ടോ? എന്തു തന്നെ വന്നാലും ഒരു പുഞ്ചിരിച്ച് അതിലൂടെ കടന്നു പോവാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥ കിട്ടിയാൽ എന്തായിരിക്കും? എങ്ങനെ ഉണ്ടായിരിക്കും? അതല്ലേ നല്ലൊരു ജീവിതം? ആണോ? വേണോ വേണ്ടയോ? അതല്ലെങ്കിൽ ഇപ്പോ എല്ലാം അനുകൂലമായി നിൽക്കുമ്പോൾ ഹീ 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 പിന്നെ ഹൂ ഹൂ എന്ന് പറയേണ്ട അവസ്ഥ വരരുത്. ദുരിതങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ പൊട്ടിക്കരഞ്ഞ് നെഞ്ചത്തടിച്ച് അയ്യോ എല്ലാം ഒക്കെ പറഞ്ഞ് കരയുമ്പോഴാണ് ആളുകൾ കളിയൊക്കെ ഇത്രയും കാലം അമ്പലത്തിൽ പോയിട്ട് ഈ കോലത്തിലാണല്ലോ ആയതെന്ന്. ഇതൊക്കെയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ഭക്തൻ ഒരിക്കലും മാനസികമായി ഉറക്കെ പറയൂ തളരുകയില്ല. തളരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? തളർത്തുന്ന ചിന്തകളെ അവിടെ നിന്നും മാറ്റിയെടുക്കണം. അപ്പൊ അജാമിളന്റെ കഥ എന്താ പഠിപ്പിക്കുന്നത്? അജാമിളൻ കുറച്ച് കുഴപ്പക്കുരുത്തക്കേടൊക്കെ ചെയ്തു. അതിപ്പോൾ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചു. അങ്ങനെയുള്ള ഒരാള് ഒരു ദുരിതം, ആ കഥ എന്തിനാ പറഞ്ഞാൽ ഇങ്ങനെ ജീവിതത്തിൽ ദുരിതങ്ങളിലൂടെ കടന്നുപോയ ആൾക്ക് പോലും ആ ദുരിതങ്ങളെ മറികടക്കാൻ സാധിച്ചു എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കഥയുണ്ടല്ലോ, ഇതൊരു വലിയ ന്യൂട്ടൺ സയൻസ് ഓഫ് ആക്ഷൻ എന്ന് പറയും. ഇതൊരു കർമ്മ സിദ്ധാന്തത്തെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്താണ് ഈ കർമ്മം എന്ന് പറഞ്ഞാൽ? കർമ്മം എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആണ്, അല്ലേ? പ്രവൃത്തിയും അതിനുള്ള റിയാക്ഷനും, നിവൃത്തിയും അതിനുള്ള നിവൃത്തിയല്ല, അതിനുള്ള എന്താണ് തിരിച്ചു കിട്ടുന്ന ഓപ്പോസിറ്റ് റിയാക്ഷനും, അല്ലേ? ആണോ അല്ലയോ? അപ്പൊ ന്യൂട്ടൺ പഠിപ്പിക്കുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള കർമ്മങ്ങളാണ്.
രണ്ട് തരം കർമ്മങ്ങളുണ്ട്. ഒന്ന് ബാഹ്യമായ പ്രവൃത്തിയും, രണ്ട് ആന്തരികമായ കർമ്മങ്ങളും. എന്താണ് മനസ്സിലായില്ല? ബാഹ്യമായ പ്രവൃത്തിയാണ് ഇപ്പം ന്യൂട്ടന്റെ പറയുന്ന ഗ്രാവിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ പ്രകൃതിയിൽ നടക്കുന്നത്. അത് പ്രകൃതിയുടെ കർമ്മങ്ങളാണ്. എന്നാൽ അവിടം കൊണ്ട് തീരുന്നതല്ല കർമ്മങ്ങൾ. മനുഷ്യന്റെ മനസ്സും കർമ്മങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അതായത് എന്ത് തരം ചിന്തകളാകുന്ന കർമ്മങ്ങളാണോ കൊണ്ട് നടക്കുന്നത്, ആ ചിന്തകൾക്കനുസരിച്ചിട്ടുള്ള റിയാക്ഷൻസ് ആയിരിക്കും, റിഫ്ലക്ഷൻസ് ആയിരിക്കും ജീവിതത്തിൽ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നുണ്ട്, എപ്രകാരമാണോ മനസ്സ് അപ്രകാരമായിരിക്കും ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. അപ്പോൾ ഉള്ളിൽ ഉണ്ടാക്കി വെക്കുന്ന ചിന്തകൾക്കനുസരിച്ചായിരിക്കും ജീവിതത്തിൽ കിട്ടുന്ന അനുഭവങ്ങളെങ്കിൽ, ഏത് തരം ചിന്തകൾ നിങ്ങൾ പരിശീലിച്ചു വെക്കുന്നുണ്ടോ അതിനനുസരിച്ച് ജീവിത അനുഭവങ്ങളുടെ റിഫ്ലക്ഷൻസ് അല്ലെങ്കിൽ റിയാക്ഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിലാവുണ്ടോ ഇത്? അപ്പോൾ ഉള്ളിലൊരു കർമ്മം ചെയ്യാനുണ്ട്. അതേത് കർമ്മമാണ്? ഇതിൻ്റെ പേരാണ് സാധനാ കർമ്മം. ഇതിൻ്റെ പേരാണ് അനുഷ്ഠാന കർമ്മം. ഇപ്പം കേവലം രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്ന കർമ്മം മാത്രം ചെയ്താൽ പോരാ. ഏതുകൂടെ വേണം? ഒരു അനുഷ്ഠാന കർമ്മവും ഡെയിലി കൊണ്ടു നടന്നാൽ മാത്രമേ മനസ്സിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന ആവശ്യമില്ലാത്ത ചിന്തകളെ മാറ്റി അവിടെ നല്ല ചിന്തകൾ വരുമ്പോഴാണ് ജീവിത അനുഭവങ്ങളുടെ റിയാക്ഷൻസിൻ്റെ കിട്ടുന്ന പ്രതികൂലമായ അനുഭവങ്ങളുടെയൊക്കെ തീവ്രത കുറഞ്ഞ് വരിക. ഇതൊരു പരമസത്യമായി നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? ഭാഗവതത്തിൽ കൃഷ്ണാവതാരം വരുമ്പോൾ പറയും, ഭക്തി ഉള്ളവരെ സംബന്ധിച്ച് ദുരിതങ്ങളുടെയൊക്കെ തീവ്രത വളരെ കുറവാണ്. അത് പറയാനൊരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, നല്ല മഴയുള്ള സമയത്ത് ഇപ്പം ഇതുപോലുള്ള പൂഴി മണലുള്ള സ്ഥലത്ത് ഒരു പശുക്കുട്ടി നടന്നു പോയാൽ അതിൻ്റെ കാലിൻ്റെ കുളമ്പ് അടിയിൽ മണ്ണിൽ ചവിട്ടുമ്പോൾ ഒരു ചെറിയൊരു അടയാളം ഉണ്ടാവും, കുളമ്പിൻ്റെ, ഇല്ലേ? ഉണ്ടാവില്ലേ? പതിയും. അതിൽ വെള്ളം മഴ പെയ്താൽ നിന്നാൽ ഇത് കടക്കാൻ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇത് നടക്കുമ്പോൾ ആരെങ്കിലും ശ്രദ്ധിക്കും അതിനെ? കാരണം അത്ര നിസ്സാരമാണ്. അതുപോലെയായിരിക്കും മനോബലമുള്ളവർക്ക്, നിരന്തര അനുഷ്ഠാനമുള്ളവർക്ക് ദുരിതങ്ങളൊന്നും ഏൽക്കാതെ പോകുന്ന പറയുന്നത്. അങ്ങനെ ഒരു മാനസികാവസ്ഥ മനുഷ്യർക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈശ്വരൻ അനുഗ്രഹിച്ച് തന്നിരിക്കുകയാണ് ജീവിതത്തെ. അപ്പോൾ ഒരാൾ ദുരിതം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ദുരിതങ്ങളുടെ പ്രശ്നമല്ല ദുരിതം. അതിനെ മറികടക്കാനുള്ള, അതിനെ തരണം ചെയ്യാനുള്ള ഒരു മനോബലത്തിലേക്ക് മനസ്സിനെ അവർക്ക് ഉയർത്താൻ പറ്റിയിട്ടില്ല, പണിയെടുത്തിട്ടില്ല. നമ്മൾ ബാഹ്യമായി പ്രാർത്ഥിച്ചു പോയി, അതാണ്ടായത്. അപ്പം അതുകൊണ്ട് ബാഹ്യമായി പ്രാർത്ഥിക്കാനല്ല ഭാഗവതം പറയുന്നത്, ആന്തരികമായി പരിശീലിക്കാനാണ് പറയുന്നത്. നിരന്തരമായ ഒരു അനുഷ്ഠാനം കൊണ്ടു നടന്ന് മനസ്സിനെ കരുത്തുള്ളതാക്കി തീർത്താൽ മാത്രമേ ഈ ദുരിതങ്ങളുടെ തീവ്രത കുറയുകയുള്ളൂ. ദുരിതം വരരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, ദുരിതത്തിൻ്റെ തീവ്രത കുറയണം എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പുറപ്പെട്ട ഒരു ദുരിതത്തെയും ആർക്കും ശ്രീരാമസ്വാമി അവതാര പുരുഷനാണ്. തൻ്റെ പത്നിയായ സീത പ്രസവിച്ച് 16 വർഷം കഴിഞ്ഞിട്ടാണ് കുട്ടികളെ രാമൻ കാണുന്നത്. പ്രസവിച്ച പുത്രരെ കാണാൻ രാമന് പറ്റിയിട്ടില്ല, ആ ഉണ്ണികളെ കാണാൻ പറ്റിയിട്ടില്ല. സീതയെ പോലും ശ്രീരാമസ്വാമി കാണുന്നത് എത്ര വർഷം? 16 വർഷം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. 16 വർഷം സ്വന്തം മക്കളെ കാണാൻ സാധിക്കാത്ത അവതാര പുരുഷന്റെ മുന്നിൽ പോയി നിങ്ങൾ സങ്കടങ്ങൾ പറയുമ്പം ശ്രീരാമസ്വാമി പറയും, എൻ്റെ കഥ നല്ലോണം വായിച്ചിട്ട് വരുമെന്ന്. കാരണം ഞാൻ കടന്നുപോയ അനുഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം? ആണോ അല്ലയോ? പറയൂ നിങ്ങൾ. അമ്മാവനെ ഭയന്ന്, അമ്മാവൻ കാരണം ജയിലിൽ ജനിക്കേണ്ടി വന്ന അവതാരമാണ് ആര്? കൃഷ്ണൻ. സ്വന്തം കുലത്തിലെ
മക്കൾ ഉണ്ടാക്കി വെച്ച ശാപത്തിൽ നിന്നും ഇരുമ്പ് കഷ്ണം, അതിൽ നിന്നുണ്ടാക്കിയ അസ്ത്രം കൊണ്ട് മരിക്കേണ്ടി വന്ന അവതാര മൂർത്തിയാണ് കൃഷ്ണൻ. നിങ്ങൾക്കറിയോ, അമ്മാവൻ കാരണം ജയിലിൽ, മക്കള് കാരണം മൃത്യു. മരണത്തിന് കാരണമായത് ഈ മക്കൾ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്ന ശാപത്തിൽ നിന്നുമുണ്ടായ ഇരുമ്പ്. കേട്ടില്ലേ? അതൊക്കെ കാണും, ഏകാദശ സ്കന്ധത്തിൽ കാണും. അതിൻ്റെ ഒരു കഷ്ണം അമ്പാക്കി മാറ്റി അതൊരു വേടനു കൃഷ്ണന്റെ കാലിലേക്ക് അയക്കുന്ന അവിടെ മുതലാണ് കൃഷ്ണന്റെ ശരീരത്യാഗവും വരുന്നത്. ആണോ? കഥകൾ അങ്ങനെയല്ലേ? സ്വന്തം വീട്ടിൽ നിന്നാണ്. ജനനത്തിനും കാരണം വീട്, മരണത്തിനും കാരണം ആ കൃഷ്ണന്റെ മുന്നിൽ ചെന്നിട്ട് ദുരിതം പറഞ്ഞ കൃഷ്ണൻ പറയും, എൻ്റെ ചരിത്രം നല്ലോണം വായിക്കുമെന്ന്. ഏത് അവതാരങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചാലും അവരും ദുരിതങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയിട്ടുള്ളവരാണ്. പക്ഷെ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആ അനുഷ്ഠാനത്തിൻ്റെ ശക്തി കൊണ്ട് നമുക്കും ഇതിനെയെല്ലാം നേരിടാനുള്ള ഒരു ഉൾബലം നേടിക്കഴിഞ്ഞാൽ ദുരിതങ്ങളല്ല. ഇപ്പൊ നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഭഗവാനോട് ഒരിക്കലും ദുരിതം തരരുതെന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കാരണം ഓരോരുത്തർക്കും വേണ്ടുന്ന കോട്ടകൾ ഓൾറെഡി നിങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ആമസോൺ അതിന് ഡെലിവറി ചെയ്യുക മാത്രമേ വേണ്ടൂ. നിങ്ങളെല്ലാം സാധനം സെലക്ട് ചെയ്തിട്ട് പേയ്മെൻറ്റും ചെയ്ത് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നത് കൃത്യം അഡ്രസ്സ് കറക്റ്റ് ആണെങ്കിൽ കർമ്മത്തിൻ്റെ കാര്യത്തിൽ അഡ്രസ്സ് തെറ്റില്ല. അത് കൃത്യം അവർ ഡെലിവറി ചെയ്തിട്ട് പോവും. ഇതുപോലെ നമുക്ക് വരാനുള്ള കഷ്ടപ്പാടുകളൊന്നും വഴിയിലൊട്ടും തങ്ങില്ല. അത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നേ പറ്റുള്ളൂ. മനസ്സിലാവുണ്ട് ഈ പറയുന്നത്? അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കേൾക്കുന്നവരിൽ ഒരു മാറ്റം ഉണ്ടാവണം. ദുരിതങ്ങൾ ഉണ്ടാവരുത്, കൃഷ്ണ എനിക്കൊരു ദുരിതവും തരരുത് എന്നല്ല പറയേണ്ടതെല്ലാം എന്നും ആ നാമജപത്തിലൂടെ എൻ്റെ മനസ്സിനെ കൂടുതൽ കൂടുതൽ കരുത്തുള്ളതാക്കാൻ സാധിച്ചാൽ, ആ കരുത്തുള്ള മനസ്സിൽ ദുരിതങ്ങൾ തട്ടുമ്പോൾ അതിൻ്റെ തീവ്രത കുറഞ്ഞു വരും. എവിടെയാ ദുരിതങ്ങൾ വന്ന് തട്ടുന്നത്? മനസ്സിലാണ്. ആ മനസ്സിന് കരുത്തു കൂടുന്തോറും ആ തട്ടുന്നതിൻ്റെ ആഘാതം കൂടിയാലും തീവ്രത കൂടിയാലും ആ കട്ടിയുള്ള ഒരു മനസ്സിനെ അതൊന്നും ബാധിക്കില്ല. മനസ്സിലാവുണ്ടല്ലോ? അത് രാഷ്ട്രീയക്കാരെ കണ്ടു പഠിക്കണം. എന്ത് പറഞ്ഞാലും അവർക്ക് ബാധിക്കില്ല. അവരുടെ മനസ്സിന് അത്രയും വളരെ കട്ടി കൂടുതലുണ്ട്. അപ്പം അതുകൊണ്ട് പക്ഷേ കുറെ കഴിഞ്ഞാൽ കട്ടി കുറയുന്നതാണ് നമ്മൾ കണ്ടത്. രാഷ്ട്രീയക്കാരായാലും നോക്കൂ നിങ്ങൾ, എനിക്ക് വളരെ സന്തോഷം തോന്നിയത് പൊതുവെ ഇടതുപക്ഷം എന്ന് പറയുന്നത് ദൈവകാര്യങ്ങളിൽ ഇത്തിരി താല്പര്യക്കുറവുള്ളവരാണ്, അല്ലേ? ആണോ? മറ്റു പാർട്ടിയെ പോലെ ഇതിനോടൊരു വിമുഖത കാണിക്കുന്നവരാണ്. എന്നാൽ നോക്കൂ നിങ്ങൾ, സമ്മേളനം അവർക്ക് ഗുരുവായൂർ തന്നെ കൊണ്ടുവയ്ക്കാൻ തോന്നി എന്നുള്ളത്. ഇപ്പൊ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്കല്ലേ വരുന്നത്? എന്തായാലും ആണോ? ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അടുത്തേക്ക് വരുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഇവരൊക്കെ ഗുരുവായൂരപ്പനെ തന്നെ ശരണം പ്രാപിക്കും, അല്ലേ? അവസാനമൊക്കെ നിങ്ങൾ കണ്ടു കാണും, സ്റ്റേജിൽ തന്നെ കാണുന്നുണ്ടല്ലോ, പല രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വലിയ തീവ്രതയുള്ളവരൊക്കെ അവസാനം ഒക്കെ ഇതിലേക്കാണ് വരുന്നത്. ഗൗരിയമ്മയെ കുറിച്ചൊക്കെ നിങ്ങൾ രാഷ്ട്രീയം പറയേണ്ട ഒരു വേദിയല്ല, എന്നാലും പറയാണ്. അവസാനം ഗൗരിയമ്മയൊക്കെ കൃഷ്ണന്റെ വിഗ്രഹം എടുത്ത് നടന്നിട്ടുണ്ട്. കൃഷ്ണനെ ഉള്ളൂ എനിക്ക് മിണ്ടി പറയാൻ, കൃഷ്ണനല്ലാതെ ആരും ഇല്ല എന്ന് പറയാൻ നോക്കണം നിങ്ങൾ. ഒറ്റപ്പെടൽ വന്നപ്പോൾ, ഏകാന്തത വന്നപ്പോൾ, ശൂന്യത വന്നപ്പോൾ, മനസ്സ് മുഴുവൻ അങ്ങോട്ട് ഇരുട്ട് നിറഞ്ഞപ്പോൾ ആകെയുള്ളൊരു വെളിച്ചം പാർട്ടിന്ന് കിട്ടിയില്ല, പാർട്ടിക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ആ വെളിച്ചം കൊടുക്കാൻ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ഇപ്പോഴേ മനസ്സിലാക്കി വെച്ചാൽ, അല്ലാതെ എൻ്റെ കെട്ടിയോളം ഓളോ കുട്ടിയോളും ഉണ്ടാവുമെന്നും വിചാരിച്ചിരുന്നാൽ കെട്ടിയോളും ഉണ്ടാവില്ല, കുട്ടിയോളും ഉണ്ടാവില്ല. ഉണ്ടാവും, നിങ്ങളെ കെട്ടിയെടുക്കാനുണ്ടാവും. എന്തിനുണ്ടാവും? കെട്ടിയെടുക്കാനുണ്ടാവും. അല്ലാതെ കെട്ടിയോളും കുട്ടിയോളും ഉണ്ടാവുമെന്നും പറഞ്ഞിരുന്ന് ഒരു മൂലയിലിരുന്നാൽ അവസാനം കെട്ടിയോളും ഉണ്ടാവില്ല. ആരോ എനിക്കൊരു വീഡിയോ അയച്ചുള്ളതാണോ അറിയില്ല, ഒരു കാരണവർ ഭാര്യ മരിച്ചു,
ഒരു മകൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ബോംബെയിലാണ്, മറ്റവൻ അമേരിക്കയിലാണ്. ഈ കാരണവർ കാണി കാതും കേൾക്കില്ല. അപ്പൊ ഈ കാരണവരോട് ചോദിക്കേണ്ടത്, അല്ല മക്കളൊക്കെ വരാറുണ്ടോ? അല്ല മക്കളൊക്കെ വന്ന് വല്ലതും നോക്കാറുണ്ടോ? അമേരിക്കക്കാരനൊന്നും വരാറില്ല. അല്ല അപ്പം വല്ലതും തരാം? ഒന്നും തരാറൊന്നുമില്ല. രണ്ടാമത്തവൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട് എന്ന്. വല്ലതും തരാറുണ്ടോന്ന്? അവൻ ഇടയ്ക്കിടയ്ക്കൊക്കെ തരാറുണ്ട്, പക്ഷെ ഞാൻ കൊള്ളാതെ മാറി നിൽക്കാറുണ്ട് എന്ന്. അതാണ് അവസ്ഥ ഇപ്പോ. കാരണം അവന് സ്വത്ത് എഴുതി കൊടുക്കണം, അത്രേ. വീടും പറമ്പ് അവൻ്റെ പേരിൽ കൊടുക്കണം. അവന് ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് മേടിക്കാനാണെന്ന്. അച്ഛൻ ഇപ്പം ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? വല്ല ആശ്രമങ്ങളിലൊക്കെ പോയി നിന്നാൽ പോരെ, ഭാഗവതത്തിനൊക്കെ പോയി കൂടെ എന്ന്. ഇതാണിപ്പോൾ മകൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം നോക്കൂ നിങ്ങൾ, ആ മനുഷ്യരൊക്കെ ആവുന്ന കാലത്ത് എന്താ വിചാരിച്ചത്? എൻ്റെ തങ്കല്ലേ പൊന്നല്ലേ, തലയിലിരുത്തിയാൽ ഉറുമ്പരിക്കോ, താഴെ ഇരുത്തിയാൽ പേനരിക്കോ, അല്ല തലയിൽ വെച്ചാൽ പേനരിക്കോ, താഴെ വെച്ചാൽ ഉറുമ്പരിക്കോ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടന്ന സാധനമാണ്. ഇപ്പം ഇത് ഉറുമ്പരിച്ചാലും കുഴപ്പമില്ല, പേനരിച്ചാലും കുഴപ്പമില്ല, ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയി പുഴു അരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ചിന്തിക്കാൻ ഒരു ഗതികേട് വന്നില്ല. എന്താ അറിയോ? ഇതൊക്കെ അനുഭവിക്കാൻ നിങ്ങളൊക്കെ ചിരിക്കൊന്നും വേണ്ട. വെറും ട്യൂഷനും സ്കൂളിലൊക്കെ പറഞ്ഞയച്ചാൽ ആ ബുദ്ധിയൊക്കെ വരുള്ളൂ. അതിനൊക്കെ ചെറിയൊരു നാമജപ സംസ്കാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ധ്രുവനൊക്കെ പറയുന്നത് പോലെ കുലം പവിത്രം ജനനീ കൃതാർത്ഥ വസുന്ധര പുണ്യവതി എന്നൊക്കെ ഓർമ്മ വരുമായിരുന്നു. മനസ്സിലായില്ലേ? പക്ഷെ ഹിന്ദുക്കളുടെ ഇടയിൽ നാമജപ സംസ്കാരം എന്നത് ഒട്ടും കുട്ടികളുമായിട്ട് യാതൊരു കുലബന്ധുവില്ല, പുലബന്ധുവില്ല. ഇനി എന്ത് ബന്ധം എനിക്കറിയില്ല. അങ്ങനെ ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ ഭക്തി എന്ന് പറയുന്നത് മുഴുവൻ ഈ അമ്പലത്തിൽ നോക്കൂ നിങ്ങൾ, തൊഴുതു പോവാന്നല്ലാതെ ഒരു നാമം ചൊല്ലാൻ കഴിയുന്ന കുട്ടികൾ വളരെ പറയൂ കുറവാണോ അല്ലയോ? ഇതിനൊരു മാറ്റം വരുത്തണ്ടേ? എൻ്റെയൊക്കെ മനസ്സിലുള്ളത്, ഇനി നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കാലത്ത് വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ലളിതാ സഹസ്രനാമവും ചൊല്ലുന്ന ഒരു ശീലം ഹിന്ദു കുടുംബങ്ങളിൽ കൊണ്ടുവരണം. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഋഷിവര്യന്മാര് വളരെ വലിയ ശാസ്ത്രജ്ഞന്മാരായിരുന്നു എന്ന് തന്നെ ഞാൻ പറയാം. കാരണം അവർക്ക് പ്രകൃതിയുടെ പ്രവർത്തനങ്ങളെ നല്ലോണം അറിയാമായിരുന്നു. ഇത് മനസ്സിലാക്കാൻ അത്ര വലിയ സയന്റിഫിക് ബുദ്ധിയൊന്നും വേണ്ട, കുറച്ചൊരു ഒബ്സർവേഷൻ ഉണ്ടായാൽ മതി. നമുക്ക് ഹിന്ദുക്കൾക്ക് പൊതുവെ 2 സന്ധ്യകൾ പ്രധാനമാണ്. പഴയ കാലം മുതൽക്ക് നിങ്ങൾക്കറിയാം, പഴയ കാലത്ത് വീടുകളിൽ രാവിലെയും വിളക്ക് വയ്ക്കും. അത് കണ്ടിട്ടുള്ളവരുണ്ടോ? ഞാൻ പറയുന്നത് പഴയ കാലത്ത് എണീറ്റുടനെ അമ്മമാര് ഈ എന്താണ് ഉമ്മറത്ത് കൊണ്ടുവന്ന്, പൂമുഖത്ത് കൊണ്ടുവന്ന് ഒരു വിളക്കൊക്കെ കൊളുത്തും. നാമല്ല, രാവിലെ ഒരു വിളക്ക് കൊളുത്തി വെക്കും. ഉണ്ടോ? ഉമ്മറം ഭാഗത്ത് ഒരു വിളക്ക് തൂക്കിയിടുക അല്ലെങ്കിൽ കത്തിച്ച് വെക്കാറുണ്ടോ പഴയ കാലത്ത്? ഇപ്പോഴത് കംപ്ലീറ്റ് പോയി. നമുക്ക് കാലത്ത് അങ്ങനെ കത്തിക്കായിരുന്നു. ഉണ്ടായിരുന്നോ? കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട് ആ കൾച്ചർ? പഴയ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളൊക്കെ കണ്ടുവരാണ്, ഞാൻ സമ്മതിക്കുന്നു. വൈകുന്നേരവും സന്ധ്യാദീപം കത്തിച്ച് അല്ലേ? ചിലവരാണെങ്കിൽ പടിഞ്ഞാട്ടൊരു തിരിവയ്ക്കും, ചിലർ തെക്കോട്ട് മരിച്ചവർക്ക് വേണ്ടി ഇല്ലേ? അങ്ങനെയൊക്കെ പഴയ കാലത്തുള്ള വീടുകളിലൊക്കെ കാണാൻ സാധിക്കും. ഉണ്ടോ? അതിനൊക്കെ ചില സമയത്ത് തറകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതിലൊരു തിരി കൊണ്ടുവച്ചു, ഇവിടെ ഒരു തിരി കൊണ്ടുവച്ചു, ആ അസ്തമിക്കുന്ന സൂര്യനെ ഒന്ന് ദീപം കാണിച്ച്, അങ്ങനെയൊക്കെയുള്ളൊരു കൾച്ചറൊക്കെ ഉണ്ടായിരുന്നു. ആണോ? തൊഴുത്തുണ്ടെങ്കിൽ ആ തൊഴുത്തിലേക്കൊക്കെ ഒന്ന് കാണിച്ചു, ഉണ്ടോ ഇല്ലയോ? അങ്ങനെയൊക്കെ ദീപം കാണിച്ചു കൊടുത്തിട്ട് എന്നിട്ട് അവിടെ ദീപം തൂക്കിയിടുക, വെക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഭസ്മക്കൊട്ടയിൽ നിന്ന് ഭസ്മക്കൊട്ട് തൊട്ട് ആണോ? ആ ഒരു കൾച്ചർ നമുക്കുണ്ടായിരുന്നു. ഈ 2 സന്ധ്യകൾ ഇത് മനഃശാസ്ത്രപരമായി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത്രയും. എന്താണ് ഈ രാവിലത്തെ സന്ധ്യ? സന്ധ്യ എന്ന് പറയുന്നത് രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഇരുട്ട് പോയി പകൽ ചേർന്ന് വരുന്ന, ഇരുട്ടും പകലും ചേർന്ന സന്ധി, അതാണ് സന്ധ്യ. അപ്പൊ അവിടെ ഇരുട്ടുമുണ്ട്. പ്രകാശത്തിന്റെ തീവ്രത വരുമ്പോൾ, ഇരുട്ട് പോകുമ്പോൾ നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയിലുള്ള എല്ലാ കോശങ്ങളും സെല്ലുകളും വികസിക്കുന്ന സമയമാണ് പ്രാതസന്ധ്യ. അതാണ് ഉറങ്ങിക്കിടക്കുന്ന പൂക്കൾ
അല്ലെങ്കിൽ മൊട്ടുകൾ വിടരുന്നത്, ചില ഉറങ്ങിക്കിടക്കുന്ന ഇലകൾ, പുളി, നെല്ലി, ഈ മരങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ഉണർന്ന് വിടർന്ന് വരുന്നത് ആണോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ മനുഷ്യ ശരീരത്തിലെ എല്ലാ കോശങ്ങളും, സെല്ലുകളും, ബ്രെയിൻ സെല്ലുകളൊക്കെ വികസിക്കുന്ന സമയമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സരസ്വതി നാഡി. ഈ സെറിബ്രത്തിനകത്തുള്ള മനുഷ്യന്റെ ഓർമ്മശക്തിയുടെ ഏറ്റവും പ്രധാന കേന്ദ്രമാണ് സരസ്വതി നാഡി. ഈ സരസ്വതി നാഡി ഉണർന്ന് വികസിക്കുന്ന സമയമാണ് കാലത്തെ പ്രാതസന്ധ്യ. മനസ്സിലായില്ലേ? ഈ സമയത്ത് നിങ്ങൾ നോക്കുക, അതുകൊണ്ടാണ് ഈ പക്ഷികള് ശബ്ദം ഉണ്ടാക്കുന്നത്. അവരുടെ ഓർമ്മ ഉണർത്തുകയാണത്. പക്ഷികള്, മൃഗങ്ങള് ഒക്കെ അവരുടെ ഓർമ്മ നമ്മുടെ ശരീരത്തിൽ തന്നെ നോക്കൂ. നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് മനസ്സ് ശ്രദ്ധ വെച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ദേ ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷ് ആവൂ, ശരീരമൊക്കെ ഒന്ന് ഫ്രഷ് ആവൂ, നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ആണോ? ഈ ഓർമ്മ തരുന്ന നാഡി, ഇതിൻ്റെ പേരാണ് സരസ്വതി നാഡി. അതുകൊണ്ട് കാലത്തെ സമയത്തിന് വിളിക്കുന്ന പേര് സരസ്വതി യാമം എന്നാണ്. ഇത് ഈ നാഡിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഒരു സമയത്ത് എണീറ്റുകൊണ്ട് ജപിക്കുക. അത് വിഷ്ണു സഹസ്രനാമ ജപം. എന്തിനാണ് ജപിക്കുന്നത്? 3 കാര്യത്തിനാണ്. ഒന്ന്, കോൺസെൻട്രേഷൻ പവർ കൂടാൻ. ഒന്ന്, നാമം ജപിക്കും തോറും മെന്റൽ സ്ട്രെങ്ത് കൂടാൻ. 3, അതിൽ തന്നെ മനസ്സ് അലിഞ്ഞു ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മസുഖം വർദ്ധിക്കാൻ. ഇതിനൊക്കെ രാവിലെ എണീറ്റ് ഒരു നാമജപ സംസ്കാരം ഉണ്ടെങ്കിൽ അത് മനസ്സിലൊരു വലിയ പരിവർത്തനം ഉണ്ടാക്കും. ഈ കാലത്തെണീറ്റ് നാമം, പണ്ട് കാലത്ത് കുട്ടികളെ കൊണ്ട് ഗായത്രി മന്ത്രം അല്ലേ, കേട്ടില്ലേ നിങ്ങൾ? രാവിലെ എണീറ്റ്, അത് ഈ ബ്രാഹ്മണ സമൂഹത്തിലായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. കാലത്തെണീറ്റ് 1008 ഗായത്രി ജപിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഗായത്രി ജപിക്കണം എന്നില്ല. നിങ്ങൾ കാലത്തെണീറ്റ് വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതൊരു ശീലം നമുക്കുണ്ടാക്കിയെടുക്കണം. അത് രാവിലെ 8 മണിക്ക് 9 മണിക്കല്ല ചെല്ലേണ്ടത്. അതെപ്പോ ചൊല്ലണം? കാലത്ത് ഈ സന്ധ്യ, പ്രാതസന്ധ്യ. കാരണം അപ്പോഴാണ് പ്രകൃതിയിലെല്ലാം പറയൂ വികസിക്കുന്നത്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് ഇതിനെക്കുറിച്ചൊരു, ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് പഠിക്കാൻ ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്. ഈ സമയത്ത്, നാമം ജപിക്കുന്ന സമയത്ത്, നമ്മുടെ ശരീരത്തിൽ ഈ ബ്രെയിൻ സിസ്റ്റത്തിൽ നിന്നാണ് ശരീരത്തിന് വേണ്ടുന്ന കെമിക്കൽസ് എല്ലാം ശരീരത്തിൽ വേണ്ട രീതിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. വേണ്ടതെല്ലാം കൃത്യതയിൽ, ആവശ്യമില്ലാത്തതെല്ലാം യൂറിനിലൂടെ, സ്റ്റൂളിലൂടെയൊക്കെ അത് പുറത്തേക്ക് തള്ളും. അപ്പോൾ ഓരോ ആന്തരിക അവയവങ്ങൾക്കും വേണ്ടുന്ന, ഇപ്പം നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എക്സസ് ഷുഗർ എല്ലാം യൂറിനിലൂടെയൊക്കെ പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഈ ഷുഗർ എക്സസ് ആയിട്ട് നമുക്ക് ഏതസുഖം, ഡയബറ്റിക്സ് കയറി പിടിക്കാത്തത്. ഇതുപോലെ ഓരോ അവയവത്തിനും പലതും, ലിവർ ബ്ലഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹാർട്ട് ഇതിനെ പമ്പ് ചെയ്തെത്തിക്കുന്നു. അപ്പം ഇങ്ങനെ ഓരോരുത്തരും അതിൻ്റെതായിട്ടുള്ള കർമ്മങ്ങൾ, ഓർഗൻസ് ചെയ്യുന്നുണ്ട്. ഈ ശരീരത്തിൽ രാവിലെ ഈ മന്ത്രജപം ചെയ്യുമ്പോൾ ഓരോ ഓർഗൻസിൻ്റെയും പ്രവർത്തനം അത് ഒരു ഇൻടാക്റ്റ് ആയിട്ട് നടക്കുന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, പ്രകൃതിയിലെല്ലാം വികസിക്കുന്ന സമയത്ത് മനുഷ്യൻ കിടന്നുറങ്ങിയാൽ അവൻ്റെ വികസിക്കേണ്ട ബ്രെയിനിന്റെ പ്രവർത്തനം താറുമാറാകുമോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഇത് അവൻ്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയും അപ്പൊ അതുകൊണ്ട് ഷുഗർ വന്നേ പറ്റുള്ളൂ. ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനം, കിഡ്നിയുടെ ജോലിയാണ് അരിച്ചെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യും. നമ്മുടെ ഇപ്പം നോക്കൂ, കുടിക്കുന്ന വെള്ളത്തിൽ യൂറിയ ഉണ്ട്, യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിലുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എത്രയോ കർഷകർ ഈ പറമ്പിലും തെങ്ങിലും ഒക്കെ യൂറിയ കൊണ്ടിടുന്നില്ലേ? ഇതൊക്കെ വെള്ളത്തിലേക്ക് എത്തുന്നുണ്ട്. ഉണ്ടോ? നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധാണോ? ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഈ ഗുരുവായൂർ ടൗൺഷിപ്പ്
ഇതൊരിപ്പോൾ ഒരു ടൗൺഷിപ്പാണ്. എല്ലാ വീട്ടിലെയും ഇവിടെയൊക്കെ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന കെമിക്കലൊക്കെ ഭൂമിയുടെ അടിയിലേക്കാണ് പോകുന്നത്. ആണോ? ഹർബിക്കായാലും എന്ത് പിക്കായാലും എന്തൊക്കെ സോപ്പുകളും അതും ഇതും ഒക്കെ അങ്ങനെയല്ലേ ഭൂമിയിലേക്ക് പോവല്ലേ? ആണോ? എന്നാൽ ഭൂമിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ഇത് ഇല്ലാതെയൊക്കെയല്ല, ഇത് ഏതൊക്കെയോ വെള്ളത്തിന്റെ സ്രോതസ്സുകളിലേക്കൊന്നും ചേരുന്നില്ല. എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ ഉണ്ടാവൂല്ലയോ? അപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളം എവിടെയാണ് ശുദ്ധമായിട്ടിരിക്കുന്നത്? എവിടെയാണ് നമുക്കിനി ശുദ്ധ വെള്ളം കിട്ടാൻ പോകുന്നത്? ഒരു പുഴകളും ഇനി ശുദ്ധമാവാൻ പോകുന്നില്ല. കാരണം ഉള്ള റബ്ബറിനൊക്കെ വളമിട്ടിട്ടാണ്. മലയോര പ്രദേശങ്ങളിലൊക്കെ റബ്ബറിന് വളമിടുന്നുണ്ട്. എല്ലാം ഇന്ന് കെമിക്കൽ ബേസ്ഡ് ആണ്. ആണോ? ഇതൊന്നൊക്കെ കുത്തി ഒഴുകുന്ന വെള്ളമല്ലേ പുഴയിലേക്ക് എത്തുന്നത്? അവിടെ നിന്നല്ലേ വെള്ളം അടിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് തരുന്നത്? ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ്, ഇല്ല ഞാൻ ടിന്നിലെ വെള്ളം, ഡ്രം വെള്ളമാണ് ഉപയോഗിക്കുന്നത് എന്ന്. ഏത് ബാരലിലെ വെള്ളം അതിൽ എത്ര പ്യൂരിഫൈ ചെയ്യാൻ പറ്റും? അതിൽ അഴുക്ക് മാറ്റാനല്ലാതെ എത്ര പ്യൂരിഫൈ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമാകുന്ന കെമിക്കൽസ് അടിഞ്ഞുകൂടുമ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്ന ഒരു ജീവിതചര്യ കൊണ്ടുവന്നില്ലെങ്കിൽ അത് പെട്ടെന്ന് ശരീരത്തിൻ്റെ താളം തെറ്റിക്കും. അപ്പം നമുക്ക് ഒരു കൃത്യത വേണ്ട. ഇതിന് വേണ്ടയോ? കാലത്തെണീറ്റ് നമ്മൾ ശീലങ്ങൾ കൊണ്ടു നടന്നാൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയും പറയൂ കൂടും. ഇന്ന് നമ്മളെ കുട്ടികൾക്ക് ഇത്രയും രോഗങ്ങളിലേക്ക് പോകാനുള്ള കാരണം അവർക്കൊരു കൃത്യനിഷ്ഠമായ ജീവിതചര്യ പറയൂ ഇല്ല. അപ്പൊ നമ്മളൊക്കെ അങ്ങനെ തുടങ്ങി വെക്കണം. കാലത്ത് ബ്രാഹ്മേ മുഹൂർത്തവുത്തായ, കാലത്ത് എന്ത് ചെയ്യണം? ഒരു സൂര്യോദയത്തിന് മുമ്പ് എണീറ്റ് എന്ത് ചെയ്യണം? ബാത്റൂം പോയിട്ട് വീണ്ടും കിടന്നുറങ്ങണം. അതാണ് പറഞ്ഞു വരുന്നത്. ജീവിതത്തിൽ ഒരു ചിട്ട കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നിങ്ങൾ പരിശീലിച്ചു നോക്കൂ. രോഗങ്ങളെ തടയിടാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, ഇതൊരു പഠനം നടത്തി ഇന്നിപ്പം ഇതൊക്കെ ഒരു ഇതിപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അവർ പബ്ലിഷ് ചെയ്യും. റിസർച്ച്, ആളുകളിൽ നടത്തുന്ന റിസർച്ച്. ഈ റിസർച്ചിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് ആളുകൾ ജീവിതചര്യകൾ. ഇപ്പൊ നോക്കുക, ഇപ്പോഴുള്ള എക്സസൈസുകളൊക്കെ, അതായത് പലതരത്തിലുള്ള ഈ ജിം എക്സസൈസുകളും ഡയറ്റുകളും, അതുപോലെ നിങ്ങൾക്കറിയാം പുതിയ ഈ ഓരോ എക്സസൈസ് ആണെന്നു പറയാ, ഓരോ യോഗ ബേസ്ഡ് ആയിട്ടുള്ള പല എക്സസൈസുകളുണ്ട്. നിങ്ങൾ കേട്ട് കാണാം, പല പേരുകളുണ്ട്. ഈ ഇതൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരാൻ കാരണം പലരിലും നടത്തിയ പരീക്ഷണങ്ങൾ കൊണ്ട് അവർക്കുണ്ടായ മാറ്റങ്ങളാണ്. ഇതിനെ പബ്ലിസിറ്റി ചെയ്ത് മാർക്കറ്റ് ചെയ്ത്, അല്ലേ? ആണോ അല്ലയോ? ഇത് നമ്മൾ ഹിന്ദുക്കൾ നടത്തേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. കാലത്തെണീറ്റ് വിഷ്ണു സഹസ്രനാമ ജപയജ്ഞം അതൊരു ശീലമാക്കി മാറ്റിയാൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം, മനസ്സിലുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അങ്ങനെ ഒബ്സർവ് ചെയ്ത് നമ്മളെല്ലാവരും ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളത്തെ തലമുറയ്ക്ക് ഇതെല്ലാം ഒരു ഉത്തമ വഴികാട്ടിയായിട്ട് മാറും. ഇപ്പൊ കാലത്തുള്ള പ്രാതസന്ധ്യ എന്ന് പറയും. ഇനി വൈകുന്നേരത്തെ സന്ധ്യക്കാണ് നമ്മൾ എന്ത് പറയുക? സായം സന്ധ്യ എന്ന് പറയും. എന്താണ് ഈ സായം സന്ധ്യയുടെ പ്രത്യേകത? സൂര്യൻ അസ്തമിക്കുക, ഇല്ല, ഇരുട്ട് വരിക, പ്രകാശം പോകുന്നു, ഇരുട്ട് വരുന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അപ്പോഴല്ലേ ഈ കൊതുകൊക്കെ വരുന്നത്. ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറിയിരിക്കുമ്പോൾ തന്നെ എന്നെ കൊതുക് പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പം അത്രയും കൊതുകുകളൊക്കെ കൂടി വരുന്നു. ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, വേണ്ടാത്ത കാര്യങ്ങൾ, ഇതൊക്കെ സാധനങ്ങളൊക്കെ ശക്തിപ്പെടുന്നൊരു സമയമാണ് അത്. ആണോ? ഈ രാത്രി ഇരുട്ടെന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിൽ ആ സമയത്തുണ്ടാകുന്ന ചില കെമിക്കൽ വേരിയേഷൻസ് ഉണ്ട്. അത് നമ്മളാരും അറിയുന്നില്ല. ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ ആ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഒരു സൈക്കോളജിക്കൽ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ഇതിനെ പറയും സൺ ഡൗൺ സിൻഡ്രം എന്ന് പറയും സൈക്കോളജിയിൽ. അതായത് മനസ്സിലറിയാത്ത ഒരു ഏകാന്തത, മനസ്സിലറിയാത്തൊരു ഭയം, എവിടെയോ നമ്മുടെ ഉള്ളിൽ ഒരൊറ്റപ്പെടൽ എന്ന്. കാരണം മറ്റുള്ളവരിൽ നിന്നൊക്കെ നമ്മളിലേക്ക് ഉൾവലിയുന്ന ഒരു സമയമാണ് ഇത്, ഈ രാത്രി എന്ന് പറയുന്ന സന്ധ്യ. അപ്പൊ ഞാൻ എന്നിലേക്ക് വരുമ്പോൾ ഞാൻ
ഒറ്റയ്ക്കാണ്, ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലുണ്ടാക്കുന്ന വലിയൊരു കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അത് റെക്കോർഡ് ചെയ്ത് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദുരന്തം വരുമ്പോൾ നമുക്ക് മെൻ്റലി അതിനെ ഫേസ് ചെയ്യാൻ ഒട്ടും സാധ്യമല്ല. നിങ്ങൾ എത്ര അമ്പലത്തിൽ പോയാലും, കാരണം നിങ്ങളുടെ ഉള്ളിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നലാണ്. ഇവിടെയാണ് വൈകുന്നേരങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഭഗവാനുണ്ട്. ഇത് നമ്മൾ ഓർമ്മിപ്പിച്ച് മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന അനാവശ്യ ചിന്തകളെ അവിടുന്ന് എലിമിനേറ്റ് ചെയ്യാൻ, അതിന് മനസ്സിന് ശുദ്ധീകരിക്കാൻ തന്നിരിക്കുന്ന മന്ത്രമാണ് ലളിത സഹസ്രനാമം. അപ്പോൾ ഒന്ന് നമ്മുടെ ബുദ്ധിയുടെ സൂക്ഷ്മത വർദ്ധിപ്പിക്കാനും മറ്റേത് നമ്മുടെ മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുവാനും തന്നിരിക്കുന്ന മന്ത്രങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് കാലത്തെണീറ്റ് വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരങ്ങളിൽ ലളിതാ സഹസ്രനാമ ജപവും. നമുക്ക് ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്നതിന് മുമ്പ് തൻ്റെ അവതാരത്തിന് വേണ്ടി ദേവിയാണ് ആദ്യം പറഞ്ഞയക്കുന്നത്. ഗച്ഛ ദേവി വ്രജം ഭദ്രേ ഗോപഗോപീരലങ്കൃതം എന്ന് ഭാഗവതത്തിൽ നമുക്ക് വരികൾ കാണാം. അപ്പൊ ഭഗവാന് പോലും അവതരിക്കണമെങ്കിൽ ആരുടെ സഹായം വേണം? ദേവിയുടെ സഹായം വേണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ, പ്രാതസന്ധ്യയും അവർക്ക് പറയൂ സായം സന്ധ്യയും. പ്രാതസന്ധ്യ നമ്മുടെ ഓർമ്മശക്തിയെ ഉണർത്തി ശക്തിപ്പെടുത്താനും, കാരണം മരിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണേ, രണ്ട് ശക്തികൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ താളം തെറ്റി. ഒന്നാമത്തെ ശക്തിയെ പറയും ഓർമ്മശക്തി, രണ്ടാമത്തെ ശക്തിയെ പറയും പ്രാണശക്തി. ഏതാണ്? ഓർമ്മശക്തിയും ഓർമ്മശക്തി നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിച്ചിരിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം ഡിപ്പെൻഡ് ചെയ്ത് ആശ്രയിച്ച് ജീവിക്കണം. കാരണം ഓർമ്മയില്ല ഒന്നിനെക്കുറിച്ചും. ഒരു വല്ലാത്ത ദുരിതമുള്ളൊരു ജീവിതമാണത്. ആണോ അല്ലയോ? എവിടെയാ ടോയ്ലറ്റ്, എവിടെയാ കുളിക്കേണ്ടത്, എവിടെയാണ്, ഇങ്ങനെ കേട്ടില്ലേ? രാവിലെ നടക്കാൻ പോയിട്ട് വഴി അറിയാതെ പെട്ടുപോകുന്ന ആൾക്കാർ, ഓർമ്മയില്ല എവിടേക്കാ പോയത്. കേട്ടില്ലേ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഉണ്ടോ? പെട്ടെന്ന് ഓർമ്മ നഷ്ടപ്പെടുന്ന ആൾക്കാർ. ഇത് നമുക്ക് മരിക്കുന്നത് വരെ നിലനിർത്തണം. ഇപ്പം ശരീരത്തിലുള്ള കെമിക്കൽസ് ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ അത് ഓർമ്മശക്തിയെ വളരെയധികം ബാധിക്കും. അപ്പം രാവിലെ എണീറ്റ് ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ ആ ബ്രെയിൻ സിസ്റ്റം സ്വയം ആ കെമിക്കലുകളൊക്കെ ഉൽപ്പാദിപ്പിച്ച് ഓർമ്മശക്തി അത് വളരെ ഷാർപ്പാക്കി ഇൻഡാക്റ്റാക്കി നിർത്തും. രണ്ടാമത്തതാണ് ഈ ന്യൂറോ സിസ്റ്റം എന്ന് പറയുന്ന പ്രാണനാഡികളുടെ ശക്തി. അതാണ് നമ്മളുടെ ശരീരത്തെ കൊണ്ടു നടക്കാൻ സഹായിക്കുന്ന പ്രാണബലം എന്ന് പറയുന്നത്. കൈയും കാലും ഉറയ്ക്കാതെ പോയാൽ നിങ്ങൾക്ക് എത്ര ഓർമ്മശക്തി ഉണ്ടായിട്ടും കാല് നിലത്ത് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. കാല് വിറക്കുക, കൈയും കാലും വിറച്ചു പോയാൽ അപ്പോഴും ആശ്രയത്വത്തിൽ പറയൂ ജീവിക്കേണ്ടി വരും. ഈ ശരീരം മുഴുവൻ ചലിപ്പിക്കുന്നത് പ്രാണനും ഈ ശരീരത്തിന് വേണ്ടുന്ന ഓർമ്മകളൊക്കെ തരുന്നത് നമ്മുടെ ബുദ്ധിയും മനസ്സുമാണെന്ന് എപ്പോഴും ഓർത്തോണം. ഈ ശരീരം എന്ന് പറയുന്നത് പ്രാണന്റെ പ്രവർത്തനത്തിലും ഓർമ്മശക്തിയിലും പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്. അപ്പൊ ശരീരത്തിന്റെ കംഫർട്ടിന് വേണ്ടി ഞാൻ തോന്നിയതുപോലെ കടന്നുറങ്ങിയാൽ ഇതിൻ്റെ അകത്തുള്ള പ്രാണപ്രവർത്തനത്തെയും ഓർമ്മശക്തിയെയും തെറ്റിച്ചു കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ശരീരമുണ്ടായിട്ടും പറയൂ ഒരു കാര്യമില്ല. ശരിയാണോ? ആരോഗ്യമുള്ളൊരു ശരീരമല്ല ആരോഗ്യം. ആരോഗ്യം എന്ന വാക്കിൻ്റെ അർത്ഥം ഏത് പ്രശ്നത്തെയും പ്രതിരോധിക്കാൻ കഴിയുന്ന മനോബലവും പ്രാണബലവും ഉള്ളൊരു ശരീരമാണ്, ഉള്ളൊരു ജീവിതമാണ് ആരോഗ്യം. ആണോ? പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാവുക. അത് അനുഷ്ഠാനത്തിലൂടെയല്ലാതെ വേറൊരു വഴിയില്ല. ഇതെന്തൊരു സത്യമാണ് ഈ പറയുന്നത് അറിയോ? അതുകൊണ്ട് നമ്മൾ ഡെയിലി ഈ ഒരു ഉത്തരവാദിത്വം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. അപ്പം ഇവിടെ അജാമിളന്റെ കഥ പറഞ്ഞതിന് ശേഷം പിന്നെ വൃത്രാസുര ചരിത്രത്തിലേക്ക് കിടക്കുകയാണ്. അതായത് പണ്ട് ഇന്ദ്രന്റെ കൊട്ടാരത്തിൽ, ഇന്ദ്രനും ഉണ്ട് കുറെ ചാനലുകളെ. നമുക്ക് മാത്രമല്ല, ഇന്ദ്രന്റെ ഡാൻസ് ചാനലുകളായിരുന്നു ഉർവശി,
മേനക, പിന്നെ ആരാ, ഫിലോമിനയ, തിലോത്തമ, ഇങ്ങനെയൊക്കെയുള്ള രംഭ, ഈ ചാനലുകളൊക്കെ ആയിരുന്നു ആരുടേത്? 24x7 എല്ലാം ഡാൻസ് ചാനലുകളായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഇന്ദ്രൻ ഇങ്ങനെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്ത് ബൃഹസ്പതി കയറി വന്നു. ഇതൊട്ടും പിടിച്ചില്ല ഇന്ദ്രന്. ഇന്ദ്രൻ അങ്ങോട്ട് ഒരു മനോവിഷമത, ഈ കാരണവരെന്തിനാ ഇപ്പം കയറി വരുന്നത്, ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വരുന്നത്. ഒരു ചെറിയൊരു അവജ്ഞയോടുകൂടി ഗുരുവിനെ നോക്കി. ബൃഹസ്പതി ഗുരുവായൂരുകാരനായിരിക്കണം. പെട്ടെന്ന് ഷാർപ്പ് കത്തി അദ്ദേഹത്തിന്, ഞാൻ കയറി വന്നത് ഇന്ദ്രനൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹം അപ്പം തന്നെ രംഗത്ത് നിന്ന് അപ്രത്യക്ഷനായി. ഇന്ദ്രന് ഗുരു പോയപ്പോഴാണ് വിവേകം വന്നത്. ഈ ഗുരു എങ്ങാനും തിരിച്ചു വന്നില്ലെങ്കിൽ അപ്പുറത്തെ അസുരന്മാര് ജീവിതം കുരുവാക്കി മാറ്റും. ഇവിടെ ഗുരു ഇല്ലാത്ത തക്കം നോക്കിയിട്ടാണ് ആര് കയറി വരിക. കാരണം ഗുരു ഉണ്ടെങ്കിലേ യുദ്ധത്തിനൊക്കെ ഒരു മനോബലം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം ഗുരുവിനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് നേരെ ഓടി ഗുരുവിൻ്റെ വീട്ടിലേക്ക്. ബൃഹസ്പതിയുടെ ഭാര്യ ഇന്ദ്രനോട് ചോദിച്ചു, എന്താ പ്രശ്നം എന്ന്. അല്ല, അവിടുത്തെ ഭർത്താവ് ഗുരു, അദ്ദേഹം തിരിച്ചു വന്നു. നിന്റെ അടുത്തേക്കല്ലേ വന്നത്, അവിടേക്കല്ലേ വന്നത്. അപ്പം അല്ല, അവിടെ വന്നു, പക്ഷെ പെട്ടെന്ന് അവിടുന്ന് പോകുന്നു. അപ്പം ഭാര്യയ്ക്ക് മനസ്സിലായി ഇന്ദ്രൻ അപ്പം ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞു, നിന്റെ ആ ഡാൻസിലുള്ള കമ്പം കൊണ്ട് നീ അതിൽ രമിച്ച് ആ ഗുരുവിനെ വേണ്ട വിധത്തിൽ ആദരിക്കാത്തതുകൊണ്ട് ഗുരു സ്ഥലം വിട്ടു, എന്നോട് പോലും പറഞ്ഞില്ല എന്ന്. അതായത് ഗുരു എവിടെ പോയി എന്നുള്ള ഒരു പിടിയില്ല. അപ്പൊ ഇന്ദ്രന് മനസ്സിലായി തൽക്കാലത്തേക്ക് ഗുരു ഇനി ഇങ്ങോട്ട് എന്ന് വരുന്ന ഉറപ്പില്ല, പിടിയില്ല. അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റുമോ? ഗുരുവിനെ കാണാനില്ലേ, കണ്ടു കിട്ടുന്നവർ എത്രയും വേഗം അടുത്തുള്ള സ്ഥലത്ത് അറിയിക്കണം എന്നൊക്കെ. എന്ത് ചെയ്യും? അപ്പോൾ ഇന്ദ്രൻ അതിനൊരു പരിഹാരം കണ്ടത്. എന്നാൽ താൽക്കാലികമായി, ഇപ്പം അങ്ങനെയാണല്ലോ, എല്ലാം താൽക്കാലിക നിയമനാണ്. അത് ഈ ഇന്ദ്രനിൽ നിന്നാണ് ഈ ഗവൺമെന്റിനൊക്കെ കിട്ടിയത്. ഇപ്പൊ ഗുരുവായൂരമ്പലം മൊത്തം താൽക്കാലിക, ഗുരുവായൂരപ്പൻ മാത്രമേ പെർമനന്റ് ഉള്ളൂ അവിടെ. ബാക്കിയെല്ലാം താൽക്കാലികം കയറുന്നവരാണ്. നിങ്ങൾ ചോദിച്ചു നോക്കി ഈ സ്റ്റാഫിനോടൊക്കെ, എല്ലാവരും പറയും സ്വാമി ഒന്ന് അനുഗ്രഹിക്കും, താൽക്കാലികമാണെന്ന്. മനസ്സിലായില്ലേ? അവരെ അറിയുന്നില്ല, മനുഷ്യൻ മൊത്തം താൽക്കാലികമാണ്. ഇവിടെ ആരാ പെർമനന്റ് ആയിട്ടുള്ളത് അല്ലേ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു താൽക്കാലികമായിട്ടൊരു ഗുരുവിനെ കിട്ടണം. അങ്ങനെ ഒരാൾ അപ്ലൈ ചെയ്തു. അയാളുടെ പേരായിരുന്നു വിശ്വരൂപൻ. ഈ വിശ്വരൂപൻ ആദ്യം ഇന്ദ്രന്റെ ഭയം അകറ്റാൻ വേണ്ടി ഇന്ദ്രനൊരു മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഭാഗവതത്തിലെ 6-ാം സ്കന്ധത്തിലെ പ്രസിദ്ധമായ നാരായണ കവചം. ഇപ്പൊ നാരായണ കവചം എന്ന് പറഞ്ഞാൽ എന്താണ്? ജപിക്കും തോറും ഒരു മന്ത്രം ഒരു കവചമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ കാര്യം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. സീരിയൽ കാണുന്നവർ എത്ര പേരുണ്ട്? വൈകുന്നേരങ്ങളൊക്കെ സീരിയൽ കാണുന്നവർ എത്ര പേരുണ്ട്? ആരും ഉണ്ടാവില്ല. അത്രയും നല്ലൊരു മനുഷ്യരെ ലോകത്തിൽ കാണാൻ പറ്റില്ല. അപ്പോ ഈ സീരിയലൊക്കെ കാണുമ്പോണ്ടല്ലോ, ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഈ ശബ്ദ തരംഗം, ആ സീരിയലിലൊക്കെ വരുന്ന ശബ്ദ തരംഗം, ഇതൊരു എനർജിയാണ്. ശബ്ദം അത് ആ അന്തരീക്ഷത്തിൽ തന്നെ കെട്ടി നിൽക്കും. അപ്പൊ അതുകൊണ്ട് സീരിയലിലെ കഥകളൊക്കെ അറിയാലോ. ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യ മൊത്തം സംശയരോഗമാണ്. പിന്നെ അത് കഴിഞ്ഞ് അമ്മായിയമ്മയോടുള്ള കുരുട്ട് ബുദ്ധി, എങ്ങനെ മറ്റൊരാളെ പാരവെച്ച് നശിപ്പിക്കാൻ പറ്റും എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, ആ മനുഷ്യന്റെ ആ സിനിമ തന്നെ ഒരു മാറിയത്. ഇപ്പം അടുത്ത കാലത്ത് ഇറങ്ങിയ മാർക്കോ എന്നൊക്കെയുള്ള മൂവി ഉണ്ടല്ലോ, അത് മുഴുവൻ വയലൻസ് ബേസ്ഡ് മൂവികളാണ്. എനിക്ക് മനസ്സിലാവില്ല എന്താ ആളുകൾക്ക് ഇത്ര ഇഷ്ടപ്പെടുന്നത്. അപ്പം മനുഷ്യന്റെ മനസ്സിലേക്ക് ഒരു വയലൻസ് കൾച്ചർ കടന്നു വരുന്നത് കൊണ്ടാണ് ഇന്നത്തെ യുവത്വം അത്തരത്തിലുള്ള മൂവികളൊക്കെ ഇഷ്ടപ്പെടും. വെട്ടുന്നതും കുത്തുന്നതും കൊല്ലുന്നതും ഇതിനാണ് ഇപ്പം മാർക്കറ്റുള്ളത്. മനസ്സിലായില്ലേ? തോക്കെടുത്ത് വെടിവെക്കുന്നതും ഇതങ്ങോട്ട് അധികരിച്ചതാണ് അമേരിക്കയിൽ. പിന്നെ പിള്ളേർ തോക്കെടുക്കാൻ കാരണം ഈ ഇത്തരം മൂവികളൊക്കെ
നമ്മളുണ്ടല്ലോ, സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ കുട്ടികളെ നമ്മൾ ഒരു ബോധത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നാളെ ഇത്തരത്തിലുള്ള ക്രൂരത സമൂഹത്തിൽ നടമാടുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അതിനെ നേരിടാനുള്ള, ആ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി മനസ്സിലായില്ലേ? ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പണ്ട് ബോംബെയിൽ ടെററിസ്റ്റുകൾ വന്ന് താജ് ഹോട്ടലിൽ വെടിവെച്ചൊരു കഥ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഈ സമയത്ത് അവിടെ കാനറ ബാങ്കിലുള്ള ഒരാൾ, ഞാൻ ഇദ്ദേഹത്തിനെ ആദരിച്ച ആൾ, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. ഞാൻ മാട്ടുങ്കയിൽ സപ്താഹം നടത്തുന്ന സമയത്താണ് ഈ മനുഷ്യനെ ആദരിക്കുന്നത്. ഇദ്ദേഹം കാനറ ബാങ്കിന്റെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനായിരുന്നു, മഹാരാഷ്ട്രീയനാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ആ സമയത്ത് അവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ടെററിസ്റ്റ് വന്നിട്ട് അടിക്കുകയാണ്. ഒരു ബോധമില്ല, ഒരു മനുഷ്യ ജീവിതത്തോട് അല്പം ഒരു വാല്യൂ ഇല്ലാതെ. ഈ മനുഷ്യൻ ഡെയിലി വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന ആളാണ്. അടിച്ചതും ഇദ്ദേഹത്തിന്റെ മനസ്സ് പറയാണ്, വീണോളൂ. എന്തു പറയില്ല, ഒരു ശക്തി ഇദ്ദേഹത്തിനെ അങ്ങോട്ട് അടിച്ചു വീഴ്ത്തിയതുപോലെ. ആ വീഴ്ചയില് അദ്ദേഹം എന്താ സംഭവിച്ചറിയില്ല അദ്ദേഹത്തിന്. അദ്ദേഹം അങ്ങനെ മയങ്ങിപ്പോയി, പേടിച്ചിട്ട് കട്ട അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 ദിവസം ആ ബ്ലഡിലും പിന്നെ യൂറിനും ഒക്കെ പോയി. കാരണം ഇത് എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യന്? ഇതൊക്കെ കഴിഞ്ഞ് ഇയാളെ ഹോസ്പിറ്റലിൽ മാറ്റുമ്പോഴാണ് മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായത്. പൾസൊക്കെ ഉണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് ഡ്രിപ്പൊക്കെ കൊടുത്ത് ഇയാൾ പുറത്ത് കടന്നു ആ ദുരിതത്തിൽ നിന്ന്. അപ്പൊ ഇദ്ദേഹം ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ്, എന്നെ ആ തള്ളിയിട്ടത് ഞാൻ ഡെയിലി ഉപാസിക്കുന്ന ആ മന്ത്രശക്തി തന്നെയാണ്. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അതൊരു ദുരന്തമായി മാറുമായിരുന്നു. അപ്പൊ ഇപ്രകാരം ഒരു ദുരന്തമായി മാറാതിരിക്കാൻ നമ്മുടെ കുട്ടികളെയൊക്കെ അല്പം ഈ ഒരു മന്ത്ര സംസ്കാരത്തിലേക്ക് കൊണ്ടുവരണ്ടേ? വേണ്ടയോ? കാരണം വയലൻസ് ആണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഇഷ്ടപ്പെട്ട ഒരു വിനോദമായി മാറുന്നത്. അതാണ് ഇന്നത്തെ മൂവിയുടെ ട്രെൻഡ് നമ്മൾ കാണുന്നത്. മനസ്സിലായില്ലേ? ഇതിന്നൊക്കെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ മുന്നോട്ട് ഇപ്പോഴേ പുറപ്പെട്ടാലേ സാധിക്കുള്ളൂ. നിൽക്കട്ടെ. അപ്പൊ ഇവിടെ ഒരു മന്ത്രം ഉപദേശിച്ചു. ആ മന്ത്രത്തിന്റെ പേരാണ് നാരായണ കവചം. അപ്പൊ ഞാൻ ഈ സീരിയലിന്റെ കാര്യം പറഞ്ഞില്ല. അതൊക്കെ കാണുമ്പോൾ ആ സംശയത്തിന്റെയും ദുഷ്ടത്തരത്തിന്റെയും ക്രൂരതയുടെയും ഒക്കെ ശബ്ദ തരംഗം എവിടെ കിടക്കും? നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷത്തിൽ കിടക്കും. ഇത്തരം വീടുകളിലൊക്കെയാണ് പിന്നീട് വല്ല അക്രമിയും കയറി വന്നിട്ട് കുത്തുന്നതും കൊല്ലുന്നതും നശിപ്പിക്കുന്നതും. കാരണം ആ സാഹചര്യം അവരെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കും. സാഹചര്യങ്ങൾ മനുഷ്യനെ പലതും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ആ അന്തരീക്ഷത്തിന്റെ ഒരു സ്വാധീനമാണ്. രാമായണത്തിൽ നിങ്ങൾക്കിത് കാണാം. ശ്രീരാമസ്വാമി വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ പറയും, മഹർഷി എന്തൊരു ഭയാനകതയുടെ ഒരു ഏകാന്തത, എന്താണതും ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ഇവിടെയാണ് താടക വസിക്കുന്നത്. അപ്പൊ ആ താടകയെ കണ്ടിട്ടില്ല. പക്ഷെ ആ ഒരു പ്രകൃതി കണ്ടപ്പോഴേ മനസ്സിലായി ഇവിടെ ഒരു ദുഷ്ട സ്വഭാവമുള്ള ആരോ താമസിക്കുന്നുണ്ട്. ആ അന്തരീക്ഷത്തിന് അങ്ങനെ ഒരു സ്വാധീനിക്കാനുള്ളൊരു കഴിവുണ്ട്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അന്തരീക്ഷത്തിന് അങ്ങനെ സ്വാധീനിക്കാനുള്ളൊരു കഴിവുണ്ട്. മനസ്സിലാവുണ്ടോ ഈ പറയുന്നത്? അപ്പൊ ഈ സീരിയലൊക്കെ കാണുന്ന വീടുകളിൽ എങ്ങനെയുള്ളൊരു എനർജി ആയിരിക്കും ഉണ്ടാക്കി വെക്കുന്നത്? നല്ലതായിരിക്കുമോ? അപ്പൊ നിങ്ങൾക്ക് സീരിയൽ കാണണമെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ കാണരുത്, തൊട്ടടുത്ത് വീട്ടിൽ പോയി കാണുക. നമ്മുടെ വീട്ടിലെ ഒരു എനർജി വെറുതെ നശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ നിങ്ങൾ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമൊക്കെ ചൊല്ലുക. അപ്പൊ അവർ ചോദിക്കും, എന്താണ് അല്ല എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു നല്ല എനർജി നശിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. അപ്പൊ അവർക്ക് മനസ്സിലാവില്ല കാര്യം. അപ്പൊ അതുകൊണ്ട് ഒരു വീട് നന്നാവണം, വീട്ടിലുള്ളവർ നന്നാവണം, വീട്ടിലൊരു അപകടം ഉണ്ടാവരുത് എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വീട്ടിനകത്ത് ഇത്തരത്തിലുള്ള ഒരു വേണ്ടാത്ത ശബ്ദ തരംഗങ്ങൾ ഉണ്ടാക്കാൻ അനുവദിക്കരുത്. അല്ലെങ്കിൽ വല്ല ബീഹാറിയും ബംഗാളിയും അവിടെ കയറി വന്ന് ആ അന്തരീക്ഷം നിങ്ങളുടെ തലയ്ക്ക് അടിക്കാൻ അവരെ പ്രേരിപ്പിക്കരുത്. മനസ്സിലായില്ലേ? സീരിയലൊക്കെ കണ്ട് നിങ്ങൾ അമ്മായിയമ്മയുടെ ദുരിതവും അല്ലെങ്കിൽ ദുഃഖവും കണ്ടിരിക്കും. പക്ഷെ ഈ അന്തരീക്ഷം വല്ല ബീഹാറിക്കും ആവേശം കൊടുക്കും.
മനസ്സിലാവുണ്ടല്ലോ. ഇന്നാണെങ്കിൽ ഒരുവിധം വീടുകളിലൊക്കെ അമ്മമാർ സമാധിയാവുന്നത് ബംഗാളികളുടെ കൈ കൊണ്ടാണ്. മനസ്സിലായില്ലേ? അവനാണെങ്കിൽ 1 പവൻ സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ ലോകം കീഴടക്കിയതുപോലെയാണ്. കാരണം ഒരുവിധം എല്ലാവരുടെ കഴുത്തിലും അല്പല്പം സ്വർണത്തിൻ്റെയൊക്കെ നിക്ഷേപങ്ങൾ ഉള്ളത് കൊണ്ട് ഇല്ലേ? കുട്ടി എഴുതി വെച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ സ്വർണം കിട്ടുന്ന ഖനി ഏതാണെന്നപ്പം എൻ്റെ വീട്ടിൽ നിന്ന്. അമ്മയുടെ ശരീരത്തിലാണ് ഏറ്റവും വലിയ ഖനി ഇരിക്കുന്നത്. കാരണം അമ്മ അതൊക്കെ ഇട്ടിട്ടാണ് നടക്കണതേ. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ബംഗാളിക്കും ബീഹാറിക്കും ഒരു ആവേശമാവും. കാരണം സ്വർണത്തിന് അത്രയും വിലയുള്ളത് കൊണ്ട്. അപ്പം അതുകൊണ്ട് വീട് മോശമാക്കരുത്. നാരായണ പറയൂ കവചം, ഇത് 8-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം. ആ നാരായണ കവചം ഭഗവാന്റെ നാമം ചൊല്ലി ഒരു പ്രൊട്ടക്ഷൻ ഫീൽഡ്, ഒരു സംരക്ഷണത്തിൻ്റെ കവചമുണ്ടാക്കുക. അതായിക്കൊള്ളും. നാമം ചൊല്ലി അത് അങ്ങനെയായി മാറും. അതിനുശേഷം പിന്നെ ഇന്ദ്രൻ നോക്കുമ്പോൾ ഈ വൃത്രാസുരൻ ഈ ഒരു വിശ്വരൂപൻ ഇന്ദ്രന് വേണ്ടി കുറെ പൂജകളും ഹോമങ്ങളും യാഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതില് ഇന്ദ്രൻ കാണാതെ ശുക്രാചാര്യർക്ക് വേണ്ടി നെയ്യൊഴിച്ചു എന്നാണ്. തൻ്റെ ശത്രുവായ അസുരന് വേണ്ടിയിട്ട് ഇവൻ എൻ്റെ നെയ്യെടുത്ത് എൻ്റെ ഹോമകുണ്ടത്തിൽ ഒഴുക്കി ആ കലി പിടിച്ച് അപ്പം തന്നെ വിശ്വരൂപന്റെ തല വെട്ടി. ആ വിശ്വരൂപ ശരീരത്തിൽ നിന്നും ഒരു ബ്രഹ്മഹത്യാ പാപം ഇന്ദ്രനെ പിടിക്കാൻ വരുന്നു. ഇന്ദ്രൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അത് പലർക്കും വിഭജിച്ചു കൊടുത്തു എന്നാണ്. മരങ്ങൾക്കും മണ്ണിനും വെള്ളത്തിനും സ്ത്രീകൾക്കൊക്കെ കൊടുത്തു എന്നൊക്കെയാണ് കഥ. അത് പിന്നീടൊരു സന്ദർഭത്തിൽ നമുക്ക് പറയാം. കാരണം നമ്മുടെ സമയം ഇത്തിരി ഷോർട്ടായതുകൊണ്ട് ഞാൻ കഥ മുഴുമിച്ചു പോവുകയാണ്. ഇന്ദ്രൻ തൽക്കാലം ഈ ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷേ വിശ്വരൂപന്റെ അച്ഛൻ ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രന് വേണ്ടി ഒരു ഹോമം ചെയ്യുന്നു. അബദ്ധത്തിൽ നാവ് തെറ്റിപ്പോയി. ഇന്ദ്രനെ കൊല്ലുന്ന ഒരു പുത്രൻ വേണം എന്ന് പറയുന്നതിന് പകരം എന്തായി? ഇന്ദ്രനാൽ ചില അമ്മമാരൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെയാണ്. ഇന്റർവ്യൂ പോകുന്ന മക്കൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ? ഉണ്ടോ? മകൻ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ആ മുഖം കണ്ടപ്പോഴേ മനസ്സിലായത് എന്തോ ഇന്റർവ്യൂ നടന്നത് ശരിയായില്ല, ഇവനെ കിട്ടിയിട്ടില്ല. എന്തായടാ ഇന്റർവ്യൂ? അപ്പൊ ഇവൻ ചോദിച്ചു, നിങ്ങൾ അമ്മ എന്താ പ്രാർത്ഥിച്ചതെന്ന്. ഞാൻ പ്രാർത്ഥിച്ചത് നിനക്കൊന്നും ഉണ്ടാവരുതേ എന്നാണ്. അപ്പൊ അതന്നെ അവിടെ ഉണ്ടായതെന്ന് പറഞ്ഞു. നിനക്കൊന്നും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചു, അതവിടെ കൃത്യമായി നടന്നു എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇന്ദ്രനെ കൊല്ലാനൊരു പുത്രൻ വേണം എന്ന് പറഞ്ഞത് അവസാനം ഇന്ദ്രനാൽ കൊല്ലുന്നൊരു ആ പുത്രനായിരുന്നു വൃത്രാസുരൻ. ഭാരതത്തില് ഉള്ള അസുരന്മാരിൽ അഗ്രഗണ്യനായ ഒരു ഭക്തോത്തമനായ അസുരൻ. ആ വൃത്രാസുരൻ അവിടെ നിന്ന് പോവുകയാണ് ഇന്ദ്രനെ കാണാൻ. പിന്നെ ഇന്ദ്രൻ അപ്പോഴേക്കും ഒരു വജ്രായുധമൊക്കെ സംഘടിപ്പിച്ചു. ദദീതി മഹർഷിയുടെ എല്ലുകൊണ്ട് അസ്ഥി കൊണ്ട് ആ അസ്ഥിയുള്ള അല്ലെങ്കിൽ ആ വജ്രായുധമായിട്ട് ഐരാവതത്തിന്റെ മുകളിൽ വരുന്നു. വൃത്രാസുരൻ നേർമുഖം ഇന്ദ്രന്റെ കൂടെ. അങ്ങനെ ഇന്ദ്രനും വൃത്രാസുരനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടല്. ഇന്ദ്രന്റെ ഐരാവതത്തെ ഇടിച്ച് ഇന്ദ്രനെ താഴെ വീഴ്ത്തി. ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ പോവും, വജ്രായുധമൊക്കെ. അവിടെ വെച്ച് ഇന്ദ്രനോട് പറയുന്ന ഒരു 4 വരികളുണ്ട്. കാര്യങ്ങൾ പറയും. ഇന്ദ്ര, ഞാൻ നിന്നോട് യുദ്ധത്തിന് വന്നത് നിന്നെ കൊല്ലാനല്ല. എനിക്ക് നിന്നെ കൊല്ലണം എന്നൊട്ടും ആഗ്രഹമില്ല. കാരണം എൻ്റെ മനസ്സത്രയും ഭഗവാന്റെ നാമസ്മരണയിൽ ഉറപ്പിച്ച് ഞാൻ അർപ്പിച്ചു കഴിഞ്ഞു. ഇങ്ങനൊരു ജന്മനിയോഗം ചെയ്യാനായിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് ജീവിതത്തിൽ മറ്റ് യാതൊരുവിധ പരാതികളും ഇല്ല. എൻ്റെ ജീവിതത്തിൽ യാതൊരു കുറവുകളും എനിക്കിന്നത് കിട്ടണം എന്നില്ല, അതുമില്ല, കുറവുമില്ല. കാരണം ഞാൻ അത്രയും നാമത്തിൽ മുഴുകി ലയിച്ച് ഇരിക്കുകയാണെന്ന്. ഇന്ദ്രനത് കണ്ടപ്പോൾ തന്നെ പേടിയായി. ഈശ്വര, ഒരു വിശ്വരൂപനെ കൊന്നതിൻ്റെ പുലിവാല് തീർന്നിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇദ്ദേഹം അതിലും വലിയൊരു മഹാൻ. ഇന്ദ്രൻ കൈകൂപ്പി വീണ് നമസ്കരിച്ചു. ഇന്ദ്രൻ അനുവാദം ചോദിക്കുകയാണ്, അങ്ങേ ഞാൻ വധിച്ചോട്ടെ എന്ന്. അങ്ങനെ അനുവാദത്തിലാണ് ഇന്ദ്രൻ വധിക്കുന്നത്. വൃത്രാസുരൻ എന്നൊരു അസുരനെ ഭാഗവതം അവതരിപ്പിക്കുന്നത് വളരെയധികം മെന്റലി ഇന്ദ്രനേക്കാളും ഉയർന്ന ഒരാളായിട്ടാണ്
അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എവിടുന്നാണ് ഈ വൃത്രാസുരന് ഇത്രയൊരു മാനസികമായ വളർച്ച കിട്ടിയത്? ഇതിന്റെ പിന്നിൽ ഒരു കഥ പറയാണ്. ചിത്രകേതു എന്ന രാജാവാണ് പിൽക്കാലത്ത് വൃത്രാസുരനായി തീർന്നത്. ചിത്രകേതു എന്ന് പറയുന്ന രാജാവിന് മക്കളുണ്ടായിരുന്നില്ല, 3 ഭാര്യമാരും. അപ്പൊ അവസാനം ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഒരു മഹർഷി വന്ന് ഒരു പഴം ജപിച്ചു കൊടുത്തതിൽ നിന്നാണ് ഒരു കുഞ്ഞുണ്ടായത്. മൂത്ത ഭാര്യ അല്ലെങ്കിൽ ആദ്യത്തെ ഭാര്യ പ്രസവിച്ച ആ കുഞ്ഞിനെ ഇദ്ദേഹം താലോലിക്കുന്നതും ആ വീട്ടിൽ മാത്രം കൊല്ലുന്നതും മറ്റുള്ളവരെ അവഗണിച്ചതൊക്കെ ഇത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പം മറ്റു പത്നിമാരെല്ലാവരും കൂടി ചേർന്ന് ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. തൻ്റെ കുഞ്ഞു മരിച്ച ആ വിഷമത്തില് നെഞ്ചത്തടിച്ച് അലറിക്കരയുന്ന രാജാവിൻ്റെ മുന്നിലേക്ക് നാരദ മഹർഷി കടന്നു വന്നിട്ട് രാജാവിനോട് ഒരു കരുണ തോന്നിയിട്ട് പറയാണ്, ശരി, എൻ്റെ യോഗബലം കൊണ്ട് ആ മരിച്ചുപോയ ശരീരം വിട്ട ആത്മാവിനെ ശരീരത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരാം. അപ്പം നാരദര് പറഞ്ഞത് ആദ്യം വിശ്വാസം വന്നില്ല. ഇവിടെ തന്നെ ഒന്ന് തൊടാൻ പറയാണ് നാരദര്. തൻ്റെ യോഗസിദ്ധി കൊണ്ട് മരിച്ച ആത്മാവുമായി സംവദിക്കാൻ രാജാവിന് സാധിക്കുകയാണ്. എനിക്കിത് പറയുമ്പം ഈ മരണം എന്നത് പലപ്പോഴും നമ്മൾ തെറ്റായി മനസ്സിലാക്കിയൊരു കാര്യമാണ്. വളരെ ശ്രദ്ധിക്കൂ. നിങ്ങൾ സ്വപ്നം കാണാറില്ലേ? സ്വപ്നം കാണാറില്ലേ? ചിലരിപ്പോഴേ കാണുന്നുണ്ടാവും. സ്വപ്നം കാണാത്തവരാരും ഉണ്ടാവില്ല. അപ്പൊ സ്വപ്നത്തിൽ അങ്ങനെ മുഴുകി നിൽക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ശരീരവുമായിട്ടുള്ള കണക്ഷൻ, വയറ് വിട്ടുപോയി, നമ്മുടെ ശരീരവുമായിട്ടുള്ള കേബിൾ കണക്ഷൻ വിട്ടുപോയി. ശരീരത്തിന്റെ ഹാർട്ട് നിന്നു, ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിന്നു, ലിവർ നിന്നു, എല്ലാം നിശ്ചലം. മെഡിക്കലി യു ആർ എ ഡെഡ് പേഴ്സൺ. പക്ഷെ മെന്റലി നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാരെ സർട്ടിഫൈ ചെയ്തു, നിങ്ങൾ മരിച്ചു കഴിഞ്ഞു. പക്ഷെ നിങ്ങളോ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പുറത്ത് നടക്കുന്ന കരച്ചിൽ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുക. ഇവരെ ആൾക്കാരൊക്കെ കരയണം, അയ്യോ ഞങ്ങളെ വിട്ടുപോയല്ലോ, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ആരാ ഉള്ളത്, ഞങ്ങൾ ഇത്രയും കാലം സ്നേഹിച്ചില്ലേ, ഇനിയിപ്പോൾ ഞങ്ങൾ ആരാ സ്നേഹിക്കാനുള്ളത്, നിങ്ങളല്ലാതെ ഇനിയിപ്പോൾ ആരാ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രശംസിക്കുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട്, നന്നായി കഷ്ടപ്പെട്ടില്ലല്ലോ അതിയെന്ന്, കടന്നു മരിച്ചില്ലല്ലോ എന്നൊക്കെ ചിലർ. അങ്ങനെയൊക്കെയാണല്ലോ പലരും പറയുക. അങ്ങനെയൊക്കെ പറയുന്നവരും ഉണ്ടാവും. ഏതായാലും ഇങ്ങനെയൊക്കെ കരയുമ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളാണെങ്കിലോ മരിച്ചിട്ടില്ല. നിങ്ങളത്ര നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഉള്ളിൽ നിന്ന് എന്താ വിളിച്ചു പറയാ, ഈ കുരുത്തം കെട്ടവരെ കരയില്ലേ, ഞാൻ ചത്തിട്ടില്ല, മരിച്ചിട്ടില്ല, ഞാനിവിടെ ഉണ്ട്, ഞാൻ പോയിട്ടില്ല, ഇവിടെ ഉണ്ട്, എന്നെക്കുറിച്ച് കരയില്ല, അപവാദം പറയില്ലേ. പക്ഷെ നിങ്ങൾക്ക് പറയാനും പറ്റുന്നില്ല. അങ്ങനെ നിങ്ങളെക്കുറിച്ച് കരയുന്ന ആ രംഗം ഓർത്തോളൂ. മരിക്കാത്ത നിങ്ങളെക്കുറിച്ചാണ് മറ്റുള്ളവര് മരിച്ചു എന്ന് പറഞ്ഞ് കരയുന്നത്. ഇവിടെ ആ ജീവാത്മാവിനെ കാണുകയാണ്. മരിച്ചു എന്ന് തോന്നിയ ജീവാത്മാവ് മരിച്ചിട്ടില്ല. അപ്പൊ രാജാവ് കൈകുപ്പി, നാരദര് പറഞ്ഞു, അച്ഛൻ കരയുന്നത് കണ്ടില്ലേ, ശരീരത്തിലേക്ക് തിരിച്ചു വന്നു. ഈ സമയത്ത് ആ കുട്ടി അച്ഛൻ നാരദരോട് പറയാണ്, നാരദരെ, ഏത് ശരീരത്തിലേക്കാണ് വരേണ്ടത്? എത്രയോ ശരീരങ്ങൾ എടുത്തു, എത്രയോ ശരീരം വിട്ടു. ഇങ്ങനെ കർമ്മവിഭ്രാമ്യമാണസ്യ, ഓരോരുത്തരും അവരവരുടെ കർമ്മവാസനയ്ക്കനുസരിച്ച് ശരീരമെടുക്കുന്നു. ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ നോക്കൂ, ഓരോ സ്വപ്നവും ഓരോ ജന്മമായിട്ടെടുക്കുക. ആ സ്വപ്നത്തിൽ ഒരു ശരീരമില്ലേ, പല അനുഭവങ്ങൾ അനുഭവിക്കില്ലേ? അതിൽ നിന്ന് നിങ്ങൾ ഉണരുമ്പോൾ ആ ഒരു സ്വപ്നത്തിൽ നിങ്ങൾ മരിക്കുന്നു, വേറൊരു ജന്മം ഉണരുന്നു, ജനിക്കുന്നു. പിന്നെ രാത്രി നിങ്ങൾ കിടക്കുന്നു, ഒരു മരണം സ്വപ്നത്തിൽ ജനിക്കുന്നു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ മനസ്സ് ശരിക്കും ഇല്ലാതായിട്ടുണ്ടോ? ഒരു ശരീരത്തിൽ ഉറങ്ങുന്നു, അതൊരു മരണമായി കാണുക. സ്വപ്നത്തിൽ ഉണരുന്നു, നമുക്കറിയില്ല, ഉണർന്ന ദിവസത്തുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. ഉണ്ടോ? പക്ഷെ സ്വപ്നത്തിൽ നമ്മൾ ഉണ്ട്. സ്വപ്നം കണ്ട നമ്മളും
ഉണർന്നിരിക്കുന്ന നമ്മളൊക്കെ ഒന്നാണോ വേറെ വേറെയാണോ? സ്വപ്നം കാണുന്ന നമ്മളും ഉറങ്ങുന്ന നമ്മളും വേറെ വേറെയാണോ? അവർക്ക് പറയൂ, എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ നോക്കൂ, മനസ്സിന് എവിടെയാ മരണം ഉണ്ടായത്? എത്ര സ്വപ്ന ശരീരത്തിൽ നിന്ന് വിട്ടു, എത്ര നമ്മൾ ഡേ ടൈമുകൾ ഉറങ്ങിക്കഴിഞ്ഞു അല്ലേ? ഇങ്ങനെ ഈ ശരീരങ്ങളിലൂടെ മനസ്സൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്കല്ല പോകേണ്ടത്, അച്ഛൻ്റെ അടുത്തേക്കല്ല പോകേണ്ടത്. ഞാൻ എവിടെ നിന്നാണോ യാത്ര പുറപ്പെട്ടത് അവിടേക്കാണ് പോകേണ്ടത്. നാരദരെ, എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അനുഗ്രഹിക്കൂ, എന്നെ പിടിച്ചു കെട്ടണ്ട. ഇതങ്ങോട്ട് ചിത്രകേതുവിൻ്റെ ഉള്ളിൽ തട്ടി. എനിക്ക് മുന്നോട്ടാണ് ഇനിയും പോവാനുള്ളത്. എവിടെ നിന്നാണോ യാത്ര പുറപ്പെട്ടത് അവിടെ എത്തിച്ചേരണം. അങ്ങനെയല്ലേ പാട്ടുകളൊക്കെ പാടുക? എവിടെ നിന്ന് വന്നു ഞാൻ, എവിടേക്ക് പോകുന്നു ഞാൻ, വിളക്കുമരമേ കല്ലെറിയല്ലേ എന്നൊക്കെയുള്ള പാട്ടുകൾ കേട്ടില്ലേ നിങ്ങൾ? അല്ലേ? എവിടെ നിന്ന് വന്നു ഞാൻ, എവിടേക്ക് പോകുന്നു ഞാൻ എന്ന് പറഞ്ഞ പോലെ എവിടെ നിന്നാണോ പുറപ്പെട്ടിരിക്കുന്നത് അവിടേക്കല്ലേ എനിക്ക് പോകേണ്ടത്. ഈ കാര്യം വ്യക്തമായി മനസ്സിലായി. നാരദരെ തൊഴുതിട്ട് പറഞ്ഞു, എനിക്ക് മന്ത്രോപദേശം ചെയ്യണമെന്ന്. അങ്ങനെ മന്ത്രോപദേശം ചെയ്ത ആ ചിത്രകേതു ഒരിക്കൽ മമ്മിയൂരപ്പനെ 4 ചീത്ത വിളിച്ചു. മമ്മിയൂരപ്പൻ്റെ മടിയിൽ പാർവതീദേവി ഉണ്ടായിരുന്നു. പാർവതീദേവി ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചിത്രകേതു അവിടെ ചെല്ലുന്നത്. ആ ചിത്രകേതു പറഞ്ഞു, ഒരുവിധം പടച്ചവന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാൽ ഇങ്ങനെ പട്ടാപ്പകലിങ്ങനെ ഭാര്യയെ മടിയിലിരുത്തി കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരാളെ ഇപ്പോഴാണ് കാണുന്നത്. നാണമല്ലേ പരമശിവ എന്ന്? നോക്കണേ, വല്ല കാര്യമുണ്ടോ? ആ പരമശിവനെ പോയിട്ട് 4 ചീത്ത വിളിച്ചു ചിത്രകേതു. അങ്ങനെ പരമശിവനെ ചീത്ത വിളിച്ചപ്പോൾ പരമശിവൻ വിചാരിച്ചു, പാവം പൊട്ടൻ, സാരില്ല അത്. പരമശിവൻ അതൊന്നും കാര്യമായിരുന്നില്ല. പക്ഷെ പാർവതീദേവിക്ക് കൊണ്ടു. അങ്ങനെ പാർവതീദേവി ശപിച്ചു കളഞ്ഞു, നീ അസുരയോനിയിൽ പോയി ജനിക്കട്ടെ. എന്നാ ഈ ചിത്രകേതുവിന്റെ കാര്യം നോക്കൂ. ദേവിയുടെ അടുത്ത് എന്നിട്ട് പാർവതിയോട് പറയുക, ഞാൻ ദേവി നമസ്കരിക്കുന്നു, പ്രതിഗൃഹാമിദേശാവം മഞ്ജലിനാംബിക. ദേവി, ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കണോ? ഭഗവാന്റെ നാമത്തിൽ മുഴുകിയിരിക്കുന്ന എനിക്ക് എന്ത് നരകം, എന്ത് സ്വർഗം എന്ന് ഒരു കുലുക്കും ഉണ്ടായില്ല. അപ്പൊ പാർവതീദേവി പരമശിവന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറയാ, ഞാൻ ശപിച്ചിട്ട് ഇവന് കുലുക്കല്ലല്ലോ എന്ന്. അപ്പൊ പരമശിവൻ പറയാണ്, ഇവൻ ഭാഗവതം കേട്ടിട്ട് വരികയാണെന്നാണ്. അതായത് സപ്താഹം കേട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ കാര്യമായ കുലുക്കങ്ങളൊന്നും മെന്റലി ഒരിക്കലും പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല. അതാണ് ഈ ഭാഗവതം നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു കരുത്തും ശക്തിയും ഊർജവും.